Good afternoon, all. Good afternoon. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ എല്ലാം? ആരും കയറിയിട്ടില്ലല്ലോ, 10 പേരുള്ളല്ലോ. മഴയാണ്. കഴിഞ്ഞ ദിവസം ക്വാളിറ്റി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണല്ലേ നമ്മ പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആയല്ലോ. എഫ് വരെ എടുത്തില്ലേ മിസ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, ക്വാളിറ്റി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ 32 ആണ് വരുന്നത്. അതിൽ 32ാമത്തെ എഫ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ? നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്. നാബിന്റെ ഇത് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കാണിക്കേണ്ടത്, അവർക്ക് നൽകേണ്ടത്? അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ മാനുവൽ കൊടുക്കുക, രണ്ടാമത്തെ കമ്മിറ്റീസ്, മൂന്നാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലാണ് 32 കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സൈനേജ്. എന്തിനെ കുറിച്ചുള്ള സൈനേജ് ആണ്? അടയാളമാണ്. എന്തിനെ കുറിച്ചാണ് കൊടുക്കേണ്ടത്? ബൈനങ്ങൾ. That includes patients' rights and responsibility. പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉൾപ്പെട്ടുള്ള സൈനേജ് കൊടുക്കുക. എന്താണ് പേഷ്യൻസിന്റെ റൈറ്റ്സ്? എന്താണ് ഹോസ്പിറ്റലില്? എന്തൊക്കെയാണ് ഒരു പേഷ്യൻസിന്റെ റൈറ്റ് ഹോസ്പിറ്റലില്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തെല്ലാമാണ്? ഗുഡ് കെയർ അല്ലെ, ട്രീറ്റ്മെന്റ് അല്ലെ, ക്വാളിറ്റി കെയർ, ഗുഡ് സർവീസ് അല്ലെ, നല്ല സർവീസ് ലഭിക്കാന്നല്ല, ഡോക്ടേഴ്സിന്റെ സർവീസ് ലഭിക്കുക അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാം നല്ല രീതിയിൽ ലഭ്യമാക്കാം. അപ്പൊ പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് അവിടെ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഡിസിപ്ലിൻ അല്ലേ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡിസിപ്ലിൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ എന്താണ്? ഡോക്ടേഴ്സ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാല് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആരാ ഉത്തരവാദിത്താണ്? ടെസ്റ്റ് ചെയ്തി തന്നാല് അത് നടത്താന്നുള്ളത് ആരുടെ ഉത്തരവാദിത്താണ്? നമ്മുടെ അല്ലെ. അപ്പൊ എന്താണ് പേഷ്യൻസ്? പിന്നെ എന്താണ്? അവിടെ മരുന്നുകൾ കഴിക്കുക, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്നുകൾ കഴിക്കുക, അതാരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ അല്ലെ. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഭക്ഷണക്രമങ്ങൾ അല്ലെ, അതാരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ അല്ലെ, പേഷ്യൻസിന്റെ അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ റൈറ്റും റെസ്പോൺസിബിലിറ്റീസും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. അതിനെന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ഒരു സൈനേജ്, അടയാളങ്ങള്. നെക്സ്റ്റ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട് അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി. അവിടെ അക്രഡിറ്റേഷൻ ആയിട്ടുള്ള സ്റ്റാഫുകളാക്കാൻ അല്ലെ, യോഗ്യരായ സ്റ്റാഫുകളാക്കാൻ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ്ങുകൾ. അവിടെ പ്രൊഫഷണൽ നോളജ്, അവരെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്.
അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ, പ്രതിരോധ കുത്തിവെപ്പുകള് സ്റ്റാഫുകൾ എടുക്കണോ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ വാക്സിൻ എടുത്തില്ലേ, ഇമ്മ്യൂണൈസേഷൻ വാക്സിനുകള്. അതൊക്കെ ആരെടുക്കണം? സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫുകൾ എടുക്കണം അല്ലെ. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എടുക്കണ്ടേ? വേണോ? അപ്പൊ എന്താണ് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാഫുകൾക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവെപ്പ് പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സ്. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിയമാനുസൃതമായ ആവശ്യമുള്ളത്? എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ളത്? ഫയർ ആൻഡ് ലൈസൻസ് വേണം, ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം അല്ലെ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എന്താണ് റേഡിയേഷൻ നടത്തുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ബ്ലഡ് ബാങ്കുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് വേണം അല്ലെ. അങ്ങനെയുള്ള പല എന്താണ് നിയമാനുസൃതമായ സർട്ടിഫിക്കറ്റ്സുകൾ, രേഖകള് ആർക്ക് ആവശ്യമാണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ, രേഖകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നാബിന് നമ്മൾ സമർപ്പിക്കേണ്ടി വരും. നമുക്ക് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് അല്ലെങ്കിൽ എന്താണ് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്ത് കിട്ടണം? വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം. നമ്മ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടോ വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടോ? ഇല്ല. നമ്മൾ ഇതിന്റെ രേഖകൾ അല്ലെ, ഡോക്യുമെന്റ്സ് കൊടുക്കാറില്ലേ? റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കും അല്ലെ, പല ഡോക്യുമെന്റ്സും കൊടുക്കില്ലേ? അതേപോലെ നാബിന്റെ അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകൾ ഹാജരാക്കുന്ന രേഖകളാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് അവർക്ക് ആവശ്യമായ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ നിയമാനുസൃത രേഖകൾ സമർപ്പിക്കണം. നെക്സ്റ്റ് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. ഒരു 6 മാസം കൂടുമ്പോൾ അവിടെ ഓഡിറ്റ് എടുക്കണം അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് പഠിച്ചില്ലേ നിങ്ങൾ? ഇന്റേണൽ ഓഡിറ്റ് എടുക്കാൻ എന്താണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടുകൾ, രേഖകൾ സമർപ്പിക്കണം. ഓരോ 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടുകളാണ്. നെക്സ്റ്റ് ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്? ഔട്ട് ഗോയിങ് പ്രോസസ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞില്ലേ അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിലെ സർവീസുകൾ, ഫെസിലിറ്റീസ് എന്ത് ചെയ്യും? ഇവർ അസസ് ചെയ്യും അല്ലെ, വിലയിരുത്തിയിട്ട് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ചെയ്യേണ്ടത് അല്ലെ. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ മിസ് എടുത്തതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓർമ്മയില്ല? അപ്പൊ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന ഓൺഗോയിങ് പ്രോസസ് ആണ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവര് ഒരു വർഷത്തില് എന്താണ് 2 പ്രൊജക്ട് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് 2 കാര്യങ്ങളെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ രേഖകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തത്, അതിന്റെ രേഖകൾ സമർപ്പിക്കണം. നെക്സ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഇൻസിഡന്റ് റിപ്പോർട്ട്? എന്താണ്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടത്തുക. എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിയർ മിസ് അല്ലെ, സർജറി മാറി ചെയ്യാൻ പോവുക അല്ലെ. അതിക്ക് മുമ്പ് എന്താണ് അവർ ശ്രദ്ധയിൽ പെട്ടിട്ട് എന്താണ് രക്ഷപ്പെടുക, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കേസുകൾ. പിന്നെ എസെൻഷ്യൽ ഇവന്റ്സ് എന്തെങ്കിലും ഇവർക്ക് ഹോസ്പിറ്റലിന് അൺഫേവറബിൾ ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ഇവന്റുകൾ സംഭവിക്കുക എന്ന് വെച്ചാൽ സർജറികൾ മാറിപ്പോവുക, അതിന് പേഷ്യൻസ് മാറിപ്പോവുക അല്ലെ.
അല്ലെങ്കിൽ റോങ് മെഡിസിൻ കൊടുത്തിട്ട് എന്തെങ്കിലും പേഷ്യൻസിന് ഡെത്ത് സംഭവിക്കാം, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ സംഭവിക്കുന്ന കേസുകളൊക്കെയാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഐഡന്റിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അല്ലെ, അവരെ രേഖപ്പെടുത്തുക, റിവ്യൂ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ആക്ഷൻ ഓൺ ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിന് വേണ്ടി ഇവർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി, ആക്ഷൻ എടുക്കുക, അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് എന്ത് ചെയ്യും, അതിന് പ്രതിവിധിയായി നമ്മൾ എന്തെങ്കിലും ചെയ്യാലോ. ചെയ്യോ? ആ, അപ്പൊ അതിനു വേണ്ടി അവർ എന്തൊക്കെ ആക്ഷനുകൾ, ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവരെന്തൊക്കെ ആക്ഷനുകൾ, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ്, എന്താണ്, ഇൻസിഡന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, നിയർ മിസ്, നിയർ ആയിട്ടുള്ള മിസ്സുകൾ ഉൾപ്പെടുത്തുന്നത്, എന്താണ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കേസുകൾ, അല്ലെ, സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള രീതിയിലുള്ള നിയർ മിസ്, സെൻഷ്യൽ ഇവന്റ്സ് ഓർ അഡ്വേഴ്സ് റിയാക്ഷൻ, എന്താണ്, അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കുന്നത്, പ്രതികൂല സംഭവങ്ങള്, അതൊക്കെയാണ് ഈ പ്രീ ഇൻസിഡന്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ ഈ 6th 6 നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, എല്ലാവർക്കും ക്ലിയർ ആയോ ഈ 6? പറഞ്ഞോ നവ്യ, ക്ലിയർ ആയോ? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സൈനേജ്, അടയാളം, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുന്നത്, എന്താണ്, പേഷ്യൻസിന്റെ റൈറ്റ്സും എന്താണ് ഉത്തരവാദിത്വങ്ങളുണ്ട്, അല്ലെ, അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്, അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്, എന്താണ്, സ്റ്റാഫിന് അവരെ പ്രൊഫഷണൽ നോളജ്, അവരെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്, അതിന്റെ റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, അവർക്ക് രോഗപ്രതിരോധ മാർഗം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇമ്മ്യൂണൈസേഷൻ വേണ്ടി, അങ്ങനെയുള്ള റിപ്പോർട്ട് നാബിനെ സമർപ്പിക്കണം. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായ രേഖകൾ. നിയമപരമായ രേഖകൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെ, പിന്നെ എന്താണ്, ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം, അല്ലെ, പിന്നെ എന്താണ്, റേഡിയേഷൻ നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് വേണം, അല്ലെ, ബ്ലഡ് ബാങ്കിലെ ബ്ലഡുകൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് വേണം. അപ്പൊ അങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ എന്താണ്, ഇവർ ലാബിലെ പ്രവർത്തനങ്ങൾക്ക് വേണം, അല്ലെ. അപ്പൊ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്താണ്, ലാബിന് സമർപ്പിക്കണം. നെക്സ്റ്റ് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months, എന്താണ്, ഓരോ 6 മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ എന്ത് നടത്തണം, ഓഡിറ്റ് നടത്തണം, അല്ലെ, വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കണ്ടേ, ജേണൽ ഓഡിറ്റ് നടത്തണം. അപ്പൊ അതിന്റെ റെക്കോർഡുകൾ സമർപ്പിക്കണം. നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഒരു വർഷത്തിൽ അവരെന്താണ്, 2 ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള 2 പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോ എക്യുപ്മെന്റുകൾ മാറ്റിയതാവാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തതാവാം, അതല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസ് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ നൽകിയതാകാം, അല്ലെ, അതല്ലെങ്കിൽ എന്താണ്, വേറെ ഏതെങ്കിലും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ നിയമിച്ചതാവാം, അല്ലെ, പല പ്രവർത്തനങ്ങളും നടത്താനോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നുള്ള റെക്കോർഡ് സമർപ്പിക്കുക. നെക്സ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ട്, എന്താണ്, ഹോസ്പിറ്റലില് എന്തെങ്കിലും ഇൻസിഡൻസുകൾ, എന്താണ്, നിയർ മിസ് ഒക്കെ ഈ പേഷ്യൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ റിപ്പോർട്ട് ചെയ്യില്ലേ, പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കില്ലേ, അപ്പൊ നിയർ മിസ്. പിന്നെ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് അൺഎക്സ്പെക്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് അൺഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, റിപ്പോർട്ട് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുക,
റിപ്പോർട്ട് ചെയ്യുക, റിവ്യൂ ചെയ്തിട്ട് പ്രവർത്തനങ്ങളാണ്, എന്ത് സംഭവമാണ് ഉണ്ടായെന്ന് റിവ്യൂ ചെയ്യുക, ആൻഡ് ആക്ഷൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിനായിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ആക്ഷൻസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ നവ്യ? സെന്റിനൽ ഇവന്റ്സ് എന്താണ് നെക്സ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടാമെന്നുള്ളത്. നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഗുണനിലവാര സൂചകങ്ങൾ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് are otherwise called key performance indicators. ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. Quality refers to the degree of adherence to pre-established criteria or standards. എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മൾ മുൻകൂട്ടി പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ, മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ, നിലവാരത്തിന്റെ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ഡെഫിനേഷനിൽ പഠിച്ചില്ലേ? ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻകൂട്ടിയില്ലേ ഒരു പ്രവർത്തനം, നമുക്കൊരു കാര്യം നമ്മത് ഇതാക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കില്ലേ, ഇങ്ങനെ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അതിന് വേണ്ട നിലവാരങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ ഒരു ഫുഡ് ആണെങ്കിൽ അല്ലെ, അതിന്റെ സ്മെല്, കളറ്, ടേസ്റ്റ് അല്ലേ, അതൊക്കെ എന്താണ്? നമ്മൾ മുൻകൂട്ടി പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡമാണ് അല്ലെ, അതിനെയാണ് ക്വാളിറ്റി, ഗുണനിലവാരം എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ടൈം പീരീഡിനുള്ളിൽ, ഇപ്പൊ അതൊരു ആ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 6 മാസം ആവാം, അല്ലെങ്കിൽ 1 വർഷം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് അല്ലെ, 6 മാസം കൂടുമ്പോ ഇന്റേണൽ ഓഡിറ്റ് നടത്തുക, അല്ലെങ്കിൽ എന്താണ് 1 വർഷം കൂടുമ്പോ 2 ക്വാളിറ്റി, 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാ, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ നടപ്പിലാക്കുക അല്ലെ. അപ്പൊ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ അവര് അവിടുത്തെ ഫങ്ഷൻസ് എന്താണ് മെഷർ ചെയ്യാനായിട്ട്, എന്താണ് ഗുഡ് ആണോ ബാഡ് ആണോ ആവറേജ് ആണോ അല്ലെ, അപ്പൊ അങ്ങനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, എത്രത്തോളം അത് എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, quality indicators for KPD different hospital departments. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവ്. കീ പെർഫോമൻസ് ഡ്രൈവ്, KPD, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലില് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ്, എത്രത്തോളം അവര് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്, അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എക്സാമിന് നല്ല മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങാം അല്ലെ, ആണോ? ആണ്. അപ്പൊ ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ, എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അതിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങള് ഏറ്റവും മികച്ച രീതിയിലാവാൻ, ക്വാളിറ്റി ഉള്ളതാവാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ?
അതെല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കീ പെർഫോമൻസ് ഡ്രൈവ് ഒരേപോലെ ആയിരിക്കോ? അല്ല അല്ലെ. ഫാർമസിയിലെ എഫേർട്ട് ആയിരിക്കോ ICU വരുന്നത്? ICU ആയിരിക്കോ വെന്റിലേറ്ററിൽ വരുന്നത്? അതന്നെയായിരിക്കോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്? അല്ല അല്ലെ. ഓരോന്നും വ്യത്യാസങ്ങളായിരിക്കും അല്ലെ. ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ ഈ പെർഫോമൻസ് ഡ്രൈവുകള് എന്താണ് ക്വാളിറ്റി പെർഫോമൻസ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? KPയുടെ വിവിധ ആശുപത്രി വകുപ്പുകളുടെ ഗുണനിലവാര സൂചകങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെ. അവിടുത്തെ ഹെഡ് നഴ്സിംഗ് ഹെഡ് ആരാണോ അവരായിരിക്കും നഴ്സിംഗ് എഡ്യൂക്കേറ്റർ. ആളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് കീ പെർഫോമൻസ് ഡ്രൈവുകൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? Time for initial evaluation of inpatient or indoor patients. Inpatients അല്ലെങ്കിൽ indoor patients IPDയിലെ പേഷ്യൻസിന് എന്താണ് ഇനീഷ്യൽ അസസ്മെന്റ്, ഇനീഷ്യൽ ഇവാലുവേഷൻ, പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എടുക്കുന്ന സമയം. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ BP ചെക്ക് ആദ്യം എന്താണ് ഡോക്ടർ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് മിക്ക ഹോസ്പിറ്റലുകളിലും എന്ത് ചെയ്യും? നമ്മുടെ വെയിറ്റ് നോക്കും അല്ലെ, പ്രഷർ നോക്കും, പൾസ് നോക്കും, ടെമ്പറേച്ചർ നോക്കും അല്ലെ. അവരതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നമ്മള് ഡോക്ടർ അടുത്തൊക്കെ വിടുന്നത് അല്ലെ. ഇതൊക്കെ നമ്മുടെ ചീട്ടിൽ എഴുതിയിട്ടാണ്. അപ്പൊ എന്താണ് ആ ഇനീഷ്യൽ ഇവാലുവേഷൻ, ഇനീഷ്യൽ ആയിട്ട് പ്രാഥമിക വിലയിരുത്തൽ അല്ലെങ്കിൽ നമ്മളെ പ്രാഥമികമായി അസസ് ചെയ്യുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? Next, percentage of inpatient cases in which nursing care plan is documented. എന്താണ് nursing care plan? nursing പരിചരണം രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ഒരു ഹോസ്പിറ്റലില് നഴ്സിംഗ് കെയർ നഴ്സുമാരുടെ പരിചരണം ലഭിച്ച ഇത് എത്ര എണ്ണം ഡോക്യുമെന്റ്സ് രേഖകൾ എത്ര എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇങ്ങനെ ഇനീഷ്യൽ അസസ്മെന്റ് എടുത്ത എത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ. മെഡിക്കേഷൻ എറർ മരുന്നുകളില് തെറ്റുകൾ സംഭവിക്കാം അല്ലെ. പേഷ്യൻസിന് നൽകുന്ന ചിലപ്പോ എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് അബ്രിവേഷൻ കറക്റ്റ് അല്ലാണ്ടാവാം അല്ലെ. അബ്രിവേഷൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ റോങ് മെഡിസിൻ കൊടുക്കാലോ. അതല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾക്ക് മരുന്നുകൾ മാറിപ്പോവാം അല്ലെ. ചിലപ്പോ എന്താണ് ഡോസുകളിൽ വ്യത്യാസം വരെ. ഇപ്പൊ 40 കൊടുക്കേണ്ടടുത്ത് 60 കൊടുക്കുക അല്ലെ. അങ്ങനെ ഡോസുകളിൽ വ്യത്യാസം വരാം. അപ്പൊ അങ്ങനെ മെഡിക്കേഷൻ എറർ എത്ര പെർസെന്റേജ് മെഡിക്കേഷൻ എറർ സംഭവിച്ചു? മരുന്നുകൾക്ക് തെറ്റ് സംഭവിച്ചു, അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാല് ഒരു പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ അവര് ആ ഹോസ്പിറ്റലിലെ എത്ര സെന്റിനൽ ഇവന്റ്സുകൾ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കളക്ട് ചെയ്യാതെ എക്സാമിൻ ചെയ്യുക, വിലയിരുത്തുക എന്നൊക്കെയാണ്. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്? A sentinel event is defined as any unanticipated event in healthcare settings that result in death or serious physical or psychological injury to a patient or patient. ഒരു പേഷ്യൻസിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഷ്യൻസിന് എന്ത് പറ്റുക? അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാല് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുക? അവർക്ക് മരണമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഇഞ്ചുറീസ് അപകടം സംഭവിക്കുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അറിയാം, നമുക്ക് സർജറിയുടെ സൈറ്റ് മാറിപ്പോവാം അല്ലെ.
റോങ് സർജറി നടത്തുക, അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ മാറിപ്പോവാ അല്ലെ, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെ ഡോസ് കൂടി പോവാ അല്ലെ. പല ഇൻസിഡന്റുകൾ ഉണ്ടാവാലോ. അനസ്തേഷ്യ കൂടി കൊടുത്താൽ എന്താ ചിലപ്പോ അവരെ മരണം തന്നെ സംഭവിക്കാം അല്ലെ. ആണോ? ക്ലിയർ ആയോ? സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ എക്യുപ്മെന്റുകൾ സർജറി ചെയ്തിട്ട് എന്താണ് ആ പേഷ്യൻസിന്റെ ആ സർജറി നടന്നതിന്റെ ഉള്ളിൽ വെച്ച് എക്യുപ്മെന്റുകൾ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് മറന്നു പോവാം, പലതും സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിന് അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സുകൾ നടക്കുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോസ് ഓഫ് ദി പേഷ്യൻസ് ഇൽനെസ്. ചിലപ്പോ അതെന്താണ് ആ പേഷ്യൻസിന്റെ ഒന്നുകൂടെ പറയാം ആ പേഷ്യൻസിന്റെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള അസുഖമായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ വരുന്ന കേസുകൾ. ഇപ്പൊ ചിലപ്പോ ഒരു പേഷ്യൻസിനെ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്നിട്ട് പേഷ്യൻസിന് മരണം സംഭവിക്കാം അല്ലെ, ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട്. ചിലപ്പോ എന്താണ് ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലീഡിങ്, ആക്സിഡന്റ് പറ്റി ബ്ലീഡിങ് ആയിട്ട് കൊണ്ടുവന്ന പേഷ്യൻസിന് മരണം സംഭവിക്കാലോ. അപ്പൊ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്താണ് അല്ലാതെ വരുന്ന കൈപ്പിഴകൾ, ഹോസ്പിറ്റലിൽ നടത്തുന്ന കൈപ്പിഴകളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇന്റർപേഷ്യന്റ് ആണ്. ഇൻപേഷ്യന്റിന് പ്രാഥമിക വിലയിരുത്തൽ അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവര് BP ചെക്ക് ചെയ്യില്ലേ, BP, പൾസ് അല്ലെ, ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്യും അല്ലെ. അതല്ലെങ്കിൽ അത് കൂടാണ്ട് അവരോട് എന്ത് കഴിക്കും, പ്രീവിയസ് ഡാറ്റാസ് അവരിൽ എടുക്കും അല്ലെ. മെഡിക്കൽ എന്താണ് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ആണോ എന്നൊക്കെ ചോദിക്കില്ല, ഹിസ്റ്ററി ചോദിക്കും. അപ്പൊ അതിനൊക്കെ എത്ര സമയം അവർക്ക് ആവശ്യമായിട്ട് വന്നു. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ് എത്ര എണ്ണം റിപ്പോർട്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. എന്താണ് സംഭവിക്കാം, സംഭവിക്കാതിരിക്കുക, സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അല്ലെ. നിയർ മിസ് ആവുക, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എക്സാമ്പിള്, പറയണോ? നിയർ മിസ് പറയണോ മിസ്സിനെ? നിയർ മിസ് പറയണോ? ഇപ്പൊ സർജറി ഹോസ്പിറ്റലിൽ എന്താണ് ഇവരെ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ സർജറി ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ റിസ്റ്റിന് ചെയ്യുന്നിടത്ത് ഡോക്ടറിന്റെ എവിടെയാണ് ഷോൾഡറിന് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് അവിടെ ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അനസ്തേഷ്യ ഡോക്ടറോ അതല്ലെങ്കിൽ എന്താണ് നേഴ്സിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ട് ഡോക്ടർ മനസ്സിലാക്കി കൊടുക്കാണ് ആ ഷോൾഡറിലല്ല റിസ്റ്റിലാണ് ഇന്ന കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയെ. സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ സൈറ്റ് മാറിപ്പോകും. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, സൈറ്റ് മാറിപ്പോവാന്നുള്ളത്. അല്ലെങ്കിൽ പേഷ്യൻസ് മാറിപ്പോവാ അല്ലെ, അല്ലെങ്കിൽ മരുന്നുകൾ മാറ്റി കൊടുക്കാൻ പോകുമ്പോ പെട്ടെന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുകയാണ്, ഇതല്ല ശ്രദ്ധയിൽപ്പെട്ട് അത് മാറ്റി കൊടുക്കാണ്, കറക്റ്റ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിയർ മിസ്സിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ്, പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. ഷിഫ്റ്റ് ചേഞ്ച് നടക്കും അല്ലെ, ഡോക്ടേഴ്സും നഴ്സുമാരും അവർ ആ ടൈം കഴിയുമ്പോ പേഷ്യൻസിന് അല്ലെ പിന്നെ വരുന്ന എന്താണ് സ്റ്റാഫുകൾക്ക് കൊടുക്കുമല്ലോ, ഹാൻഡ് ഓവർ ചെയ്യില്ലേ. നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി ഒക്കെ ഇല്ലേ. അപ്പൊ എന്താണ് ഡേ ഡ്യൂട്ടിയിലാണ് സിസ്റ്റർമാരും ഡോക്ടർമാരും എന്ത് ചെയ്യും, നഴ്സുമാര്. അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ഡോക്ടർമാർക്ക് സിസ്റ്റർമാർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ, ഇന്ന പേഷ്യൻസ് ഇത്ര നമ്പർ ബെഡിലാണ്, അവർക്ക് ഇന്ന മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സ് കൈമാറ്റം നടക്കാതിരിക്കുക.
ക്ലിയർ ആയോ? എന്താണ് അപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്, ഡോക്ടർമാരും നഴ്സുമാരും പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് അല്ലെ. പേഷ്യൻസിന് എന്താണ് അടുത്ത ഡ്യൂട്ടിയിൽ വരുന്ന ഷിഫ്റ്റ് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് രീതിയിലല്ലാതിരിക്കുക. പേഷ്യൻസിനെ കുറിച്ചുള്ള കറക്റ്റ് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കാതിരിക്കുക. പ്രോപ്പർ നെക്സ്റ്റ് ഇൻസിഡന്റ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്താണ് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് തിരിച്ചറിയുന്നതിന് നമ്മൾ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ മെഡിക്കൽ റെക്കോർഡില് സോഷ്യൽ ഡാറ്റാസ് കുറെ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ പേര്, ഏജ്, സ്ഥലം, മൊബൈൽ നമ്പർ, അഡ്രസ്, പാരന്റ് അല്ലേ, ബാൻഡ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷനില് എന്തെങ്കിലും എറർ സംഭവിക്കുക, തെറ്റ് സംഭവിക്കുക. നെക്സ്റ്റ് അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. എന്താണ് ഹാൻഡ് ഹൈജീൻ? കറക്റ്റ് രീതിയിലുള്ള ഹാൻഡ് വൃത്തിയില്ലായ്മ പോലെ എന്തെങ്കിലും കേസുകൾ, എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ അവർ രജിസ്റ്റർ ചെയ്യുക. ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അല്ലെ, പ്രോപ്പർ രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻ അല്ല, അവര് കൈ എഴുതുന്നില്ല, എന്താണ് ബോഡിയിലേക്ക് ഫ്ലൂയിഡ്സിൽ കൂടി അല്ലെങ്കിൽ എന്താണ് ബ്ലഡിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് ബാധ വന്നിട്ടുണ്ട്. അപ്പൊ പ്രോപ്പർ രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻ അല്ല ഇത് എന്തെങ്കിലും കേസുകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് അല്ലെ. നമ്മ പറഞ്ഞു ICUലും വാർഡുകളിൽ എന്താണ് പേഷ്യൻസിനും നഴ്സിനും റേഷ്യോ ഉണ്ട് അല്ലെ. ICUൽ എങ്ങനെയാണ് 1:1 അല്ലെ, 1:2 അല്ലെങ്കിൽ 1:2 അല്ലെ. അപ്പൊ ആ പേഷ്യൻസിന്റെ നഴ്സിന്റെ റേഷ്യോ അല്ലാണ്ട് വ്യത്യാസം വരെ എന്താണ് അവിടെ ആവശ്യമായ പേഷ്യൻസിന് ആവശ്യമായ പ്രൊപ്പോർഷനില് നഴ്സുമാരില്ലാതിരിക്കുക. അതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ. അല്ലെ ഒരു 10 പേഷ്യൻസിന് ഒരു നഴ്സിനെ വെച്ചാൽ ICUവിലെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ നഴ്സും പേഷ്യന്റിന്റെ റേഷ്യോ കറക്റ്റ് രീതിയിൽ ICUവിലും വാർഡുകളിലും ഇല്ലാതിരിക്കുക. ക്ലിയർ ആയോ? അത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ ICN നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. അതെന്തൊക്കെയാണ്? IPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ. എന്താണ് ബ്ലഡ് കൊണ്ടോ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം, എക്സ്പോസർ സമ്പർക്കം വന്ന് എന്താണ് ഇൻഫെക്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, HAL പറഞ്ഞു അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ അതല്ലെങ്കിൽ എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ട് മലിനമായ സാധനങ്ങളിൽ തൊട്ടാൽ എന്ത് പറ്റുന്നു? ഇൻഫെക്ഷൻ വരും അല്ലെ. വരുമോ? അതുപോലെ അതിപ്പോ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? IPDയില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എന്താണ് ബ്ലഡ് കൊണ്ടോ, ബ്ലഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട് കേട്ടാ, ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ സമ്പർക്കം പുലർത്തി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ക്ലിയർ ആയത്? നെക്സ്റ്റ് അതേപോലെ OPDയില് ബ്ലഡ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ നമ്മൾ പഠിച്ചോ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്ടർ ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആര് ഉത്തരവാദിത്തമാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. നെക്സ്റ്റ് OPDയില് ഇൻസിഡൻസ് എന്താണ്? ബ്ലഡ് കൊണ്ടോ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം വന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് IPDയില് ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. എന്താണ് നീഡിൽ സ്റ്റിക്ക്? നമ്മുടെ നീഡില് കൊണ്ട് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ചിലപ്പോ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന നീഡിലാവാം, സൂചിയാവാം, അതല്ലെങ്കിൽ നമുക്ക് IV ഒക്കെ കയറ്റണം അല്ലെ, ഇൻട്രാവീനസ് ഡ്രിപ്പ് കയറ്റണം അല്ലെ, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കയറ്റണം അല്ലെ. അപ്പൊ ആ സമയത്ത് നീഡിൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചറി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഏതാണ് നവ്യ?
ഏതാണ്? ഇത് തന്നെ പഠിച്ച ഭാഗമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. നഴ്സുകൾ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചോ? അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഒരു ടേബിൾ പഠിച്ചില്ലേ? അതിൽ പഠിച്ചിരുന്നോ? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? കൺട്രോൾ ഡോക്ടർ ഉള്ള ഓഫീസർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഗുണനിലവാര സൂചകങ്ങൾ ആരാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആണ്. ICN, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. ക്ലിയർ ആയത്? ഈ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഇതിലൊക്കെ? അത് ആരാണ് അത് ശ്രദ്ധിക്കേണ്ടത്? അത് അവരാരാണെന്നാണ് കേട്ടോ ഇതിൽ പറഞ്ഞത്. ആദ്യം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ടായിട്ടില്ലേ, അവരായിരിക്കും നോക്കേണ്ടത്. ഇൻഫെക്ഷൻ കൺട്രോളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആയോ നവ്യ? ക്ലിയർ ആയോ? ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്താണ്? നമ്മുടെ നീഡിൽ കൊണ്ട് അല്ലെ, സൂചി കൊണ്ട് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ്? ചെറിയപ്പെടുന്ന സമയത്താവാം, അല്ലെങ്കിൽ നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചക്ഷൻസ്, മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യുമ്പോഴാവാം, അതല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുക്കുമ്പോഴാകാം. അപ്പൊ ആ നീഡിൽ കൊണ്ട് എന്തെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് IPD-യിൽ, അതേപോലെ OPD-യിലും ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ഹൈജീനിക് അല്ലാത്ത ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഒരാളിൽ ഉപയോഗിച്ച ഈ സിറിഞ്ചുകള്, നീഡിലുകള് നമുക്ക് ഉപയോഗിച്ചാൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് വരൂല്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്താണ്? നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അപകടങ്ങളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ വീഴ്ച സംഭവിക്കുക. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്താണ് ഹോസ്പിറ്റൽ എന്തെങ്കിലും തെന്നി വീഴുക അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇൻസിഡൻസുകൾ, അപകടങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? Next, incidents of hospital associated ulcers after admission. എന്താണ്? അഡ്മിഷന് ശേഷം ഏതെങ്കിലും അൾസേഴ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ ബെഡ് സോർ അല്ലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതില് ബെഡ് സോർ എന്താണ്? കുറച്ച് ദിവസം ഇങ്ങനെ ബെഡും കിടന്നെയും എന്ത് ചെയ്യും? നമ്മുടെ പുറത്തെ തൊലിയൊക്കെ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ വരും അല്ലെ, പൊട്ടൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബെഡിൽ കിടന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും അൾസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, ബെഡ് സോർ കണക്കാക്കുന്നത് 1000 പേഷ്യന്റ് ഡേയ്സിനെ അടിസ്ഥാനമാക്കിയാണ്. 1000 ദിവസം കൊണ്ട് അവിടെ ആദ്യം എത്ര പേഷ്യൻസ് വന്നു, അതിൽ എത്ര പേഷ്യൻസിന് ബെഡ് സോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അത് ഇതിന്റെ റേഷ്യോ നോക്കുന്നത്. ക്ലിയർ ആയോ? അത് ആ റേഷ്യോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ. എങ്ങനെയാ കാണുന്നത്? നമ്പർ ഓഫ് ബെഡ് സോർ പേഷ്യൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ പേഷ്യൻസ് ഇൻടു 1000, അങ്ങനെയാണ് അതിന്റെ റേഷ്യോ കാണുന്നത്. അത് പഠിക്കാനുണ്ട്. മിസ് ജസ്റ്റ് പറഞ്ഞാണ് 1000. ഒന്നുകൂടി അതിപ്പോ പഠിക്കണ്ട, നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാ. ജസ്റ്റ് മിസ് പറഞ്ഞെന്നാണ്. അപ്പൊ ബെഡ് സോർ 1000 പേഷ്യൻസ് 1000 ദിവസത്തിൽ പേഷ്യന്റ് ഡേയ്സിൽ എത്ര പേർക്ക് അൾസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, ഗാദർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സോറി ഗാദർ അല്ല കേട്ടാ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണ്? കത്തീറ്ററുമായി ബന്ധപ്പെട്ട് അല്ലെ എത്ര പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് അറിയണോ? അറിയാലോ?
എന്താണ് യൂറിൻ പോകുന്നതിന് വേണ്ടി അല്ലെ, യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ട്യൂബുകൾ ഇടുക. അങ്ങനെ ട്യൂബുകൾ ഇട്ടത് വഴി എത്ര പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററിൽ ഒരാളെ കിടത്തിയതിനു ശേഷം എത്ര പേർക്ക്, വെന്റിലേറ്റർ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, എന്താണ് നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ എന്താണ് ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അതല്ലെങ്കിൽ എന്താണ് ബ്ലഡുകൾ കൊടുക്കുമല്ലോ, റെസിപ്പിയന്റും ഡോണറും. അപ്പൊ എന്താണ് ഡോണറിന്റെ ബ്ലഡ് എന്ത് ചെയ്യണം, കറക്റ്റ് രീതിയിൽ ചെക്ക് ചെയ്യാണ് അല്ലെ. ജസ്റ്റ് ഗ്രൂപ്പ് മാത്രം നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയാൽ മതിയോ? പഠിച്ചിട്ടില്ലേ നിങ്ങ? ഗ്രൂപ്പ് മാത്രം മാച്ച് ചെയ്ത് നോക്കിയാൽ മതിയോ? പോരാ അല്ലെ. എന്താണ് ഡോണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ, പല അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, HIV ഉണ്ടാവാം അല്ലെ, പല അസുഖങ്ങൾ ഉണ്ടാവാലോ. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ബ്ലഡ് കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ചെക്ക് ചെയ്യാണ്ട് ബ്ലഡ് കയറ്റിയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്താണ് അവരെ രക്തപ്രവാഹത്തിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാധ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കേസുകൾ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് റേറ്റ്. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, എന്താണ് സർജറി കഴിഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലെ. അത് സർജറി ചെയ്താൽ എന്ത് പറ്റും, ഇൻഫെക്ഷൻസ് വരും അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, ഹോസ്പിറ്റലിൽ സർജറി ചെയ്തിട്ട് എത്ര പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് ICU ഓർ എമർജൻസി. ICU എമർജൻസിയിലും നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും ഇത് നോക്കുന്നത്. അവിടുത്തെ ക്വാളിറ്റി പെർഫോമൻസ് ഫങ്ഷൻസ് ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് നോക്കുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യൻസ്, എമർജൻസി പേഷ്യൻസിന്റെ ഇനീഷ്യൽ ഇവാലുവേഷൻ നടത്താൻ അല്ലെ, പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയമെടുത്തു? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് ദ സെയിം പ്രസന്റിംഗ് കംപ്ലൈൻസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നാണ് ഓർമ്മയുണ്ടാവും. എന്താണ് ഒരാളെ എന്തെങ്കിലും അബ്ഡോമിൻ പെയിൻ അല്ലെങ്കിൽ ഹാർട്ടിന് വേദനയോ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് അവർ തിരിച്ചു വിട്ടു. 72 മണിക്കൂർ ആവുന്നതിന് മുമ്പ്, 3 ദിവസം ആകുന്നതിന് മുമ്പ് അവര് സെയിം കണ്ടീഷൻ സെയിം റീസൺ പറഞ്ഞ് വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. വീണ്ടും ആ സെയിം റീസൺ തന്നെയായിട്ട് വരിക. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? Next, re-intubation rate. Re-intubation was defined as intubation after extubation of patients who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. എന്താണ് anesthesia കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ general anesthesia combined anesthesia ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യും? ശ്വാസം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവര് ഓക്സിജൻ ഒക്കെ കൊടുക്കാലോ, ബ്രീത്തിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഓക്സിജൻ ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ മാസ്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെന്താണ് അനസ്തേഷ്യ ഇതൊക്കെ സഡേഷൻ ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവര് എടുക്കൂ അല്ലെ, മാസ്ക് തിരിച്ചെടുക്കാലോ. ഇൻറ്റുബേഷൻ കൊടുത്തിരിക്കുന്ന മാസ്ക് തിരിച്ചെടുക്കോ? അനസ്തേഷ്യയിൽ പഠിച്ചിട്ടില്ലേ? റിമൂവ് ചെയ്യും. അപ്പൊ അവരെ റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണ്, ശ്വാസം റെസ്പിറേഷന് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണ്, അപ്പൊ അവർക്ക് എന്തെടുക്കണം? വീണ്ടും കൊടുക്കണം അല്ലെ, വീണ്ടും മാസ്കുകൾ പ്രൊവൈഡ് ചെയ്യണ്ടേ, വെന്റിലേഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ?
ഒന്നിൽ ജനറൽ അനസ്തേഷ്യ, എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് അല്ലെ. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? ICUലൊക്കെ കിടക്കും അല്ലെ. അവർക്ക് മാസ്ക് എന്താണ് വെന്റിലേറ്റർ അല്ലെങ്കിൽ എന്താണ് ശ്വാസം വലിക്കുന്നതിന് സഹായമൊക്കെ നൽകിങ്ങാട്ട് എന്ത് ചെയ്യും? അവരെ മെഡിക്കൽ എയർ ഒക്കെ നൽകിങ്ങാട്ട് അവർ ICUല് കിടത്തും. അപ്പൊ അവര് സ്റ്റേബിൾ ആയി, അവരെ കണ്ടീഷൻ ഓക്കെ. ഇത്ര ടൈം കഴിഞ്ഞാൽ അനസ്തേഷ്യയുടെ എഫക്ട് മാറുമല്ലോ. ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ അനസ്തേഷ്യക്ക്. ഉണ്ടോ? പഠിച്ചാലേ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലില് അപ്പൊ അനസ്തേഷ്യയുടെ ഇഫക്റ്റ് ആ ഡോസ് കഴിയുമ്പോ ഇതെന്താണ്, ഇത് റിമൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരിക. അപ്പൊ അവർക്ക് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? റീ ഇൻറ്റുബേഷൻ റേറ്റ് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തേഷ്യയില് എന്തൊക്കെ കാര്യങ്ങളാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഗുണനിലവാര സൂചകങ്ങളായി നോക്കേണ്ടത്? അതും നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ്? പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. എന്താണ് അനസ്തേഷ്യ പ്ലാനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക, പരിഷ്കാരങ്ങൾ വരുത്തുക. ഇപ്പൊ ഒരു പേഷ്യൻസിനെ കയറ്റുമ്പോൾ അവർ വിചാരിക്കും അവർക്ക് എന്താണ് റീജിയണൽ അനസ്തേഷ്യ കൊടുത്താൽ മതിയായിരിക്കും. റീജിയണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർജറി ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രം മരയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അല്ലെ. സി സെക്ഷൻ, സിസേറിയൻ ഒക്കെ പോലെ അല്ലേ. പഠിച്ചാലേ നിങ്ങൾ അനസ്തേഷ്യ. പിന്നെ എന്ത് വെച്ച് സ്പെസിഫിക് പോർഷൻ മാത്രം. അപ്പൊ ചിലപ്പോ ആ പേഷ്യൻസിന് അഡ്മിഷൻ ഇതില് സർജറി റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോ അവരെന്താണ് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ കൊണ്ട്, ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പറയാണ് എന്താണ് റീജിയണൽ അനസ്തേഷ്യ പോരാ, ജനറൽ അനസ്തേഷ്യ കൊടുക്കണം. അങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തില്ലേ, പരിഷ്കാരങ്ങൾ വരുത്തുക. ക്ലിയർ ആയോ? എന്തായിരുന്നു പറയാതെ? ക്ലിയർ ആയോ? ക്ലാസ് കേൾക്കുന്നുണ്ടോ എല്ലാവരും? ക്ലിയർ ആയോ? മിസ് പറഞ്ഞത് അനസ്തേഷ്യയുടെ പ്ലാനുകളിലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, പരിഷ്കാരങ്ങൾ വരുത്തുക. ഇപ്പൊ ചിലപ്പോ ആ പേഷ്യൻസിനെ കേൾക്കുന്നതിന് മുമ്പ് പറയാം എന്താണ് റീജിയണൽ അനസ്തേഷ്യ മതി, പക്ഷെ കേറ്റി കഴിഞ്ഞതിന് ശേഷം വിചാരിക്കാണ് ചിലപ്പോ എന്താണ് ആ പേഷ്യൻസിന് റീജിയണൽ പോരാ, ജനറൽ കൊടുക്കണം. ചിലപ്പോ എന്താണ് ഡോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ. അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഡോസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം. അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ വരുത്തുക. ജനറൽ അനസ്തേഷ്യൻ ലോക്കൽ അനസ്തേഷ്യൻ സെയിം അല്ല. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാല് എന്താണ് അവരെ ഫുൾ ബോഡി അവരെ ഇതാക്കുന്നുണ്ട്, മരയിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഡെന്റിസ്റ്റുകൾ നമ്മുടെ പല്ലൊക്കെ ഇതാക്കില്ലേ, അതെങ്ങനെയാണ് ആ പെർട്ടിക്കുലർ ആ ഒരു സ്പേസ് മാത്രം അല്ലെ, ആ പല്ലിരിക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രം അവർ ഇൻജെക്ട് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അതാണ് ലോക്കൽ അനസ്തേഷ്യ. ക്ലിയർ ആയോ നവ്യ? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയുടെ ഭാഗമായിട്ട് അൺപ്ലാൻ ആയിട്ട് അവർക്ക് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരാം പേഷ്യൻസിന്. വേണ്ടിയാണ് ചിലപ്പോ ഡോസ് കൂടിയത് കൊണ്ടോ അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസിന് ആ മരുന്നുകളുടെ എന്തെങ്കിലും റിയാക്ഷൻ കൊണ്ടോ അല്ലെ വെന്റിലേഷൻ കൊടുക്കേണ്ടതായിട്ട് വരിക. ക്ലിയർ ആയോ? ചിലപ്പോ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാവാം. അവർക്ക് എന്താണ് പ്രതീക്ഷിക്കാണ്ട് ആ സർജറി കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കുന്നില്ല, അനസ്തേഷ്യ കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കുന്ന അവർക്ക് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരുന്ന പ്രതീക്ഷിക്കാണ്ട് എന്താണ് അവർക്ക് വെന്റിലേഷൻ ആവശ്യമായിട്ട് വരുന്ന കേസുകൾ എത്ര എണ്ണമുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ആയുണ്ട്. എന്താണ് അനസ്തേഷ്യ നൽകി കഴിഞ്ഞിട്ട് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാതെ പേഷ്യൻസിന് ഡോസ് കൂടി കഴിഞ്ഞിട്ട് അൺകോൺഷ്യസ് ലെവലിലേക്ക് വരാം ഇല്ലേ, അല്ലെങ്കിൽ അവർക്ക് അഡ്വേഴ്സ് റിയാക്ഷനുകൾ സംഭവിക്കാം അല്ലെ. ചിലപ്പോ അനസ്തേഷ്യ കൂടിയത് കൊണ്ട് അവർക്ക് മരണങ്ങൾ സംഭവിക്കാം ഇല്ലേ. അനസ്തേഷ്യ പഠിച്ചാലേ പിന്നെ എന്തായാലും ആരും ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നേ.
നിങ്ങൾ പറഞ്ഞാൽ മാത്രം മിസ്സിന് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ എന്ന്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ് എന്താണ്? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവന്റുകൾ, സംഭവങ്ങൾ ഉണ്ടാവുക, എന്താണ്? നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ്, അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കുക അല്ലെ, മോർട്ടാലിറ്റി റേറ്റ്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഇപ്പൊ ഒരു പേഷ്യൻസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവാം, അത് കഴിഞ്ഞിട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അവർ തിരിച്ചു വരിക. ചിലപ്പോ അവർക്ക് പെയിൻ ആവാം, അല്ലെങ്കിൽ എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ അവർക്ക് ആ ഭാഗത്ത് നിന്ന് ബ്ലീഡിങ് ആവാം അല്ലെ. അങ്ങനെ പല സംഭവങ്ങളും നടക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവര് റിട്ടേൺ ചെയ്യുക, തിരിച്ചു വരിക, ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ എത്ര കേസുകളുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ്? സർജറി ഇപ്പൊ 14-ാം തീയതി സർജറി ചെയ്യാന്ന് പറഞ്ഞ പേഷ്യൻസിനെ വിട്ടാണ്. ഇത് പേഷ്യൻസ് അന്ന് വരുമ്പോ പറയാണ് എന്താ അനസ്തേഷ്യ ഡോക്ടറില്ല, അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ഡോക്ടറില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീണ്ടും വേറൊരു പുതുക്കി ഡേറ്റ് കൊടുക്കുക, റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. Percentage of cases where the organization procedure to avoid hostile events like wrong site, wrong patient and wrong surgery has been adhered to. എന്താണ്? ഹോസ്റ്റൈൽ ഇവന്റുകൾ അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട് എന്താണ് എന്തെങ്കിലും ഒഴിവാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ, ഇവന്റുകൾ വരിക. എന്താണ്? റോങ് സൈറ്റിൽ ചെയ്യുക അല്ലെ, വയറിൽ ചെയ്യേണ്ടടുത്ത് തലയ്ക്ക് ചെല്ലുക. അതല്ലെങ്കിൽ റോങ് പേഷ്യൻസ്, ചിലപ്പോ ആ പേഷ്യൻസിന്റെ നെയിം ഒരേപോലെ ആയിരിക്കാം അല്ലെ, ആള് മാറിപ്പോകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റോങ് പേഷ്യൻസിൽ ചെയ്യുക. എന്താണ്? റോങ് സർജറി ചെയ്യുക അല്ലെ, അപ്പൻഡിക്സിന്റെ സർജറി ചെയ്യേണ്ടടുത്ത് വേറെ എന്തെങ്കിലും സർജറി ചെയ്യുക. അങ്ങനെ എന്താണ്? റോങ് സൈറ്റില്, റോങ് പേഷ്യൻസില്, റോങ് സർജറി, അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സൂട്ടബിൾ പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫിക് ടൈം ഫ്രെയിം. എന്താണ്? നമുക്ക് രോഗപ്രതിരോധ മരുന്നുകൾ അല്ലെ, ആന്റിബയോട്ടിക്സുകൾ, അത് ആ സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ടല്ലോ, 3 ദിവസം, 5 ദിവസം, 7 ദിവസം, അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുന്നത് ആന്റിബയോട്ടിക്സ്. അങ്ങനെ ആ ടൈം പീരീഡിനുള്ളിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, അതല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, കാര്യക്ഷമമായി അവർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാനഡ് സർജറി ഈസ് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. എന്താണ്? സർജറി മാറ്റാം. ഇപ്പൊ പേഷ്യൻസിന് സർജറി പറഞ്ഞ് ആ സർജറിയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് എന്താണ് മാറ്റാം, അവരിപ്പൊ പറ്റില്ല പിന്നത്തേക്ക് മാറ്റി വെക്കല്ലേ സർജറീസ്. ചിലപ്പോൾ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് എന്താണ് സർജറിക്ക് മുമ്പ്, തൊട്ട് മുമ്പ് അത് മാറ്റി വെക്കേണ്ടതായി വരുന്ന എത്ര പെർസെന്റേജ് കേസുകൾ അങ്ങനെ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പരിശോധിക്കുക, റീഷെഡ്യൂൾ ചെയ്യുക. റീഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആ സർജറിക്ക് മുമ്പ് അല്ലെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ സർജറിക്ക് വരുമ്പോൾ തന്നെ പറയും സർജറിക്ക് കയറ്റുന്നതിന് തൊട്ടു മുമ്പ് അവർ മാറ്റിവെക്കാൻ എന്തെങ്കിലും ഓപ്പറേഷൻ, എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട്. നെക്സ്റ്റ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് വീണ്ടും പരിശോധിക്കുക, സൂക്ഷ്മ പരിശോധന. ഇപ്പൊ എന്തെങ്കിലും ഒരു കാർഡിയാക്കിന്റെ എന്തെങ്കിലും സർജറി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ബ്ലീഡിങ് വരികയാണ്, അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും സ്കാനിങ്ങുകൾ നടക്കും അല്ലെ, വീണ്ടും ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്ത് എന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധന നടത്താലോ, നടത്തോ? അതിന് അല്ലെങ്കിൽ അബ്ഡോമിൻ പെയിൻ വരിക, അബ്ഡോമിന്റെ എന്തെങ്കിലും സർജറി നടക്കും, അതിനുശേഷം അവർക്ക് ഭയങ്കരമായ വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ അവര് വീണ്ടും സ്കാനിങ് നടക്കും, ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ.
അങ്ങനെ വീണ്ടും റീ എക്സ്പ്ലോറേഷൻ നടത്തുക, വീണ്ടും പുനഃപരിശോധന നടത്തുന്നതിനെയാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം കാര്യക്ഷമമായി അല്ലെ, അവിടുത്തെ ഫെസിലിറ്റീസ് എത്രമാത്രം അവർ ഉപകാരപ്രദമാക്കിയിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലാബ് ഓർ റേഡിയോളജി OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ OT എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പല ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ, പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ എത്രമാത്രം കാര്യക്ഷമമായി എഫക്റ്റീവായി ഉപയോഗിച്ചിട്ടുണ്ട്, പേഷ്യൻസ് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം കാര്യക്ഷമമായി ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലാബിലെ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആരാണ്? അത് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയായിരിക്കും ലാബിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എന്താണ്? 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, 1000 ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ എന്താണ് റിസൾട്ട് കൊടുക്കുന്ന മാറിപ്പോവാ അല്ലെ, അല്ലെങ്കിൽ സാമ്പിളുകൾ മാറിപ്പോവാ അല്ലെ, ആണോ? അതാണോ എറർ ലാബില്? അപ്പൊ അങ്ങനെ എത്രമാത്രം 1000 ഇൻവെസ്റ്റിഗേഷൻ 1000 ലാബ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൽ എത്രമാത്രം എറർ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ നമ്പർ നോക്കുന്നു. നെക്സ്റ്റ് റേറ്റ് ഓഫ് റീഡസ്, എന്താണ് റേറ്റ് ഓഫ് റീഡസ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യേണ്ടി വരിക. ചിലപ്പോ നമുക്ക് എക്സാക്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റാണ്ടോ, അതല്ലെങ്കിൽ ലാബിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടോ വീണ്ടും ടെസ്റ്റുകൾ നടത്തേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ സ്പെസിമെനുകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈം പീരീഡിനുള്ളിൽ അവർ ടെസ്റ്റ് ചെയ്യണം അല്ലെ, പരിശോധിക്കണ്ടേ? ബ്ലഡ്. അപ്പൊ അങ്ങനെ ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ അതെന്താണ് ഉപകാരപ്രദമല്ല, അവരെന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെ എത്ര റീഡസ് വീണ്ടും പരിശോധന നടത്തേണ്ടി വന്ന എത്ര കേസുകളുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എന്താണ്? ക്ലിനിക്കലായി രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എന്താണ് ലബോറട്ടറി റിസൾട്ടുകള്, ലബോറട്ടറിയിലെ റിപ്പോർട്ടുകള് പരസ്പര ബന്ധപ്പെടുത്തിയ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാല് കറക്റ്റ് രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടി ലാബ് ടെസ്റ്റുകൾ നടത്തുക, ലാബിന്റെ റിസൾട്ടുകൾ എക്സാക്ട് റിസൾട്ട് കൊടുക്കുക അല്ലെ. പേഷ്യൻസിനെ എന്തിനാണ് ടെസ്റ്റുകൾ നടത്തുന്നത്? ഡയഗ്നോസിസ് ചെയ്യാനല്ലേ, ആണോ? രോഗനിർണയം നടത്താനല്ലേ ഡയഗ്നോസിസ് നടത്തുന്നത്, ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പൊ ആ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് കറക്റ്റ് രീതിയിൽ എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അഡറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്, എന്താണ് ഡയഗ്നോസിസ്? അതായത് ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ പറഞ്ഞു അല്ലെ, PPE കിറ്റുകള്, മാസ്കുകൾ അല്ലെ, ഗ്ലൗസുകൾ, പിന്നെ കെമിക്കലി റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഗൗൺസുകളൊക്കെ യൂസ് ചെയ്യല്ലേ ലാബുകളില്. അത് എത്ര പേര് അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോട്ടാ. നെക്സ്റ്റ് പീരീഡ് മിസ് തന്നെയാണ്. ഇന്ന് സോളി ടീച്ചർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ടീച്ചർ ലീവാണ്. മിസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. കുഴപ്പമുണ്ടോ? ഓക്കെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്തോട്ടാ, ബ്രേക്ക് എടുത്തോ.
എടുത്താലോ? നെക്സ്റ്റ് ഫാർമസി. ഫാർമസിയിൽ എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഗുണനിലവാര സൂചകങ്ങൾ പരിശോധിക്കുന്നത്? ഫാർമസിയിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. എന്നൊക്കെ കാര്യങ്ങൾ. പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ, പ്രിസ്ക്രിപ്ഷൻ എറർ സംഭവിക്കാലോ. ഇപ്പൊ എന്താണ് അബ്രിവേഷൻ കൊടുത്തത് മാറിപ്പോകാം അല്ലെ, അതല്ലെങ്കിൽ ഇത് കൊടുക്കും അല്ലെ, 101 കൊടുക്കാറില്ലേ, ആ ടൈം കൊടുക്കുന്നത് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട് അല്ലെ, രാത്രി എന്നുള്ള ഇത് കൊടുക്കാറില്ലേ, കണ്ടിട്ടില്ലേ പ്രിസ്ക്രിപ്ഷൻ ചീട്ടില്? മാറിപ്പോകാം. അതല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ അബ്രിവിയേഷൻ കൊടുക്കുക അല്ലെ, അബ്രിവിയേഷൻ കൊടുക്കാലോ. അപ്പൊ അങ്ങനെ പ്രിസ്ക്രിപ്ഷനിൽ എറർ സംഭവിച്ചിട്ടുണ്ട്. എത്ര കേസുകൾ അങ്ങനെ എറർ സംഭവിച്ചിട്ടുണ്ട്? ഡിസ്പെൻസിങ് എറർ, വിതരണം കൊടുക്കുമ്പോ മാറിപ്പോവാലോ മരുന്നുകള്, ചിലപ്പോ ഡോസ് മാറിപ്പോവും അല്ലെ. ഇപ്പൊ എന്താണ് 20 കൊടുക്കേണ്ടടുത്ത് 40 കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ മരുന്നുകൾ മാറിക്കൊടുക്കുക അല്ലെ, ആണോ? അല്ലെങ്കിൽ പേഷ്യൻസ് മാറിപ്പോവാം, വിതരണം കൊടുക്കുന്ന സമയത്തുള്ള പേഷ്യൻസ് മാറിപ്പോവാം അല്ലെ. അപ്പൊ ഡിസ്പെൻസിങ് എറർ, വിതരണത്തിലുള്ള വിതരണം നൽകുമ്പോ മെഡിക്കേഷൻസ് വിതരണം നൽകുമ്പോ എത്ര പേർക്ക് എറർ സംഭവിക്കുക, എത്ര മാറ്റം, എത്ര പേർക്ക് മാറിക്കൊടുത്തിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൽ ഡ്രഗ് റിയാക്ഷൻ. എന്താണ്? വിരോധ അല്ലെ, അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പഠിച്ചല്ലോ നമ്മ. ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അവർക്ക് എന്താണ് അലർജീസോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിനെയാണ് അഡ്വേഴ്സ് റിയാക്ഷൻ, ഹോസ്റ്റൈൽ ഡ്രഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസുകളെ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് എത്രയാണ്? ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പെർ 100 ഡിസ്ചാർജസ് ദാറ്റ് ഇൻക്ലൂഡ്. 100 ഡിസ്ചാർജ് നടത്തുമ്പോൾ അതിൽ എത്ര അഡ്വേഴ്സ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ആ ഡിസ്ചാർജിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? യാമ, ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾപ്പെടും. ദാമ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾപ്പെടും. പിന്നെ അബ്സ്കൻഡ് എന്ന് പറഞ്ഞാല് ഒടിച്ചു പോവില്ലേ, ഹോസ്പിറ്റലിൽ പറയാണ്ട് അവർ പോവാ. ചിലപ്പോ അവരുടെ സർവീസുകളിൽ സാറ്റിസ്ഫൈഡ് അല്ലാണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ പൈസ ഇറക്കാനില്ലാണ്ടൊക്കെ എന്താണ് അവിടുന്ന് ഒളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അബ്സ്കൻഡുകള് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഡെത്ത്, എന്താണ് മരണം സംഭവിച്ച കേസുകളൊക്കെ എന്താണ് ഈ അഡ്വേഴ്സ് റിയാക്ഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അത് എത്ര എണ്ണത്തിലാണ്? 100 ഡിസ്ചാർജുകളിൽ എത്ര പെർസെന്റേജ് വരുന്നുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. എന്താണ് അബ്രിവിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു പാരസെറ്റാമോൾ ഒക്കെ എന്ത് ചെയ്യും, അബ്രിവിയേഷൻ ചെയ്ത് അവർ ഷോർട്ട് ആക്കി എഴുതും അല്ലെ. 3 ലെറ്ററുകളൊക്കെ എഴുതുമല്ലോ, എഴുതോ? എന്താണ് ആരും പറയാത്തെ? മാറിപ്പോവാ അല്ലെ. അപ്പൊ എന്താണ് അബ്രിവിയേഷൻ കൊടുത്തേല് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്ന എത്ര മെഡിക്കേഷൻ ചാർട്ടുകൾ വന്നിട്ടുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ്, ഇതെല്ലാം ഈ പെർസെന്റേജ് റേഷ്യോ പെർസെന്റേജ് ആണല്ലേ തന്നിരിക്കുന്നത്. ഇതൊക്കെ കാണാനുള്ളത് നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് ഇല്ലേ, നെക്സ്റ്റ് 4th മൊഡ്യൂളില് അല്ലെ, അതിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ ഇക്വേഷൻസ് ഇതാണെങ്കിൽ എല്ലാം ഇങ്ങനെ പെർസെന്റേജ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് patients receiving high risk medication developing adverse drug events. എന്താണ് എന്തെങ്കിലും ഹൈ റിസ്ക് ഉള്ള, കൂടുതൽ റിസ്ക് അപകടങ്ങളുള്ള മരുന്നുകൾ കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ട് എന്താണ് റിയാക്ഷൻ സംഭവിക്കുക. മാത്സ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻ മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ.
ഇക്വേഷൻ മാത്രം. അപ്പൊ അതിൽ പഠിക്കും ഈ പ്രൊപ്പോർഷൻ, ഈ റേഷ്യോ കാണുന്നത് എങ്ങനെയാണ്, പെർസെന്റേജ് കാണുന്നത് എങ്ങനെയാ, പ്രോബ്ലം ഒന്നുമില്ല, ഇക്വേഷൻ മാത്രം പഠിക്കും. ഇപ്പൊ നമുക്ക് കീമോ ഒക്കെ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് എങ്ങനെയാണ്, ഒരുപാട് ഹെൽത്ത് വീക്കായ പേഷ്യൻസിന് അല്ലെങ്കിൽ ഏജ് ഓവർ, ഒരുപാട് ഏജ് ഉള്ള പേഷ്യൻസിനൊക്കെ കീമോ ചെയ്യും. ഹെൽത്ത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ്, അവർക്ക് മെഡിസിൻ നൽകൂലേ, അതെങ്ങനെയാണ്, നല്ല റിസ്ക് ഉള്ള മെഡിസിൻ അല്ലേ, ഭയങ്കര എഫക്റ്റ് ഉള്ള മെഡിസിൻ ആയിരിക്കും. ഈ നമ്മൾ കീമോ ചെയ്യുന്ന അത്രയല്ലെങ്കിലും ഒരുവിധം എഫക്റ്റ് ഉള്ള മരുന്നുകളാണ്. അപ്പൊ അതൊക്കെ നൽകുമ്പോ എന്താണ്, അതിന് സൈഡ് എഫക്റ്റ്, ചിലപ്പോ അവർക്ക് ദോഷകരമായി അത് ബാധിക്കാം, ചിലപ്പോ അവർക്ക് തളർച്ച സംഭവിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഛർദി വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ എന്താണ്, ഈ ഹൈ റിസ്ക് ഉള്ള മരുന്നുകൾ കഴിക്കുമ്പോ എത്ര പേർക്ക് അഡ്വേഴ്സ് റിയാക്ഷൻ, ഒന്നെങ്കിൽ അലർജി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അങ്ങനെ എന്തെങ്കിലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റെയിൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. പ്രാദേശികമായി അവർ മരുന്നുകളൊക്കെ ഉപയോഗത്തിന് വേണ്ടി എത്ര എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചല്ലേ, ലോക്കൽ പർച്ചേസ് അല്ലെ. അപ്പൊ എന്താണ്, പ്രാദേശികമായിട്ട് അവരെ തൊട്ടടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവര് തൊട്ടടുത്ത് നിന്ന് മരുന്നുകള് ഉപയോഗത്തിനായി അവർ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സുകൾ. നമ്മൾ പറഞ്ഞ എമർജൻസി ഡ്രഗ്സുകളുടെ സ്റ്റോക്ക് തീർന്നോക്കാൻ പാടുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ പക്ഷെ ഇത് ഇവിടെ പറയുന്നത് എന്താ, പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സുകൾ. എമർജൻസി ഡ്രഗുകള് എത്ര സ്റ്റോക്ക് ഔട്ട് തീർന്നു പോകുക, അത് കറക്റ്റ് പർട്ടിക്കുലർ അളവിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട മെഡിസിനുകളാണ് അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആവുക, എന്താണ്, സ്റ്റോക്ക് തീർന്നു പോകുന്ന എത്ര തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. Percentage of drugs and consumables refused before preparation of GRN. GRN ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് നമ്മൾ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങൂലേ, സാധനങ്ങൾ വാങ്ങൂലേ, അതിന് തയ്യാറാക്കുന്ന ഡോക്യുമെന്റിനെയാണ് ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് സപ്ലയേഴ്സിന്റെ അടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ഗുഡ്സുകൾ എന്തൊക്കെയാണെന്ന് തയ്യാറാക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഗുഡ് റെസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പോ വന്ന സാധനങ്ങളിൽ നമ്മൾ തിരിച്ചയക്കാം അല്ലെ, ചിലപ്പോ ഡാമേജ് ആയിട്ടോ അല്ലെ, അല്ലെങ്കിൽ അത് എന്താണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ട്, അതല്ലെങ്കിൽ ഡോസിൽ വ്യത്യാസം വന്നിട്ടൊക്കെ നമ്മൾ തിരിച്ചയക്കില്ലേ, റോങ് മെഡിസിൻ വന്നിട്ട് തിരിച്ചയക്കോ, അത് അവിടെ തന്നെ സൂക്ഷിക്കോ, തിരിച്ചയക്കും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിനുകൾ നമ്മൾ റെഫ്യൂസ് ചെയ്തിട്ടുള്ള, നിരസിച്ച എത്ര മരുന്നുകൾ നമ്മൾ നിരസിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യാം, ഗുഡ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കുക. അങ്ങനെ എത്ര കേസുകൾ, എത്ര നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നത്. ഇപ്പൊ നമ്മ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തു, ഒരു ഡ്രസ് പർച്ചേസ് ചെയ്തു, അപ്പൊ അതിന്റെ ആ മെറ്റീരിയല് നമ്മൾ വിചാരിച്ച മെറ്റീരിയൽ അല്ല വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിചാരിച്ച പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചയക്കോ, റിട്ടേൺ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റിട്ടേൺ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദി പ്രൊക്വയർമെന്റ് പ്രോസസ്. എന്താണ് പ്രൊക്വയർമെന്റ് പ്രോസസ്സിന്റെ എത്ര വേരിയേഷൻ, പ്രൊക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം അല്ലെ, ഒരു മെഡിസിനുകള് ഫാർമസിയാണ്, അപ്പൊ ഫാർമസിയിലെ മരുന്ന് സംഭരണം, അവിടെ എത്ര വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ എന്താണ് പിൽഫറേജ് നടക്കാം അല്ലെ, പഠിച്ചോ നമ്മ, പിൽഫറേജ് നടക്കാം, എക്സ്പയറി ഡേറ്റ് കഴിയാം അല്ലെ. അപ്പൊ ഈ പ്രൊക്വയർമെന്റ് പ്രോസസ്സില് അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ എത്ര പ്രൊക്വയർമെന്റ് പ്രോസസ്സിൽ എത്ര വേരിയേഷൻ, വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ?
നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി ഫ്രണ്ട് ഓഫീസിൽ എന്തൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്താണ്? ഔട്ട് പേഷ്യൻസ് അവിടെയുള്ള ഫെസിലിറ്റീസിൽ അവർ നൽകുന്ന സർവീസില് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു എ ഡോക്ടർ പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്. ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവർ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? നമുക്കാണെങ്കിൽ ഒരുപാട് നേരം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഇഷ്ടാവോ? നമ്മ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? അപ്പൊ പേഷ്യൻസ് എന്താണ്? ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവർ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് MRD. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതില് ഇതൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ദ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ മെഡിക്കൽ റെക്കോർഡിലും എന്ത് ഉൾപ്പെടുത്തണമെന്ന്? ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തണം അല്ലെ? ഡിസ്ചാർജ് പ്രോസസ് പഠിച്ചല്ലോ. അപ്പൊ ഈ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? ഡയഗ്നോസിസ് ചെയ്യോ? രോഗനിർണയം എഴുതിയിട്ടുണ്ടാവും അല്ലെ? ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെ വെക്കോലോ. അപ്പൊ ഡയഗ്നോസിസ്. പിന്നെന്താണ്? റിസൾട്ട്. ഇത് സിംറ്റംസ് പറയാലോ. നമ്മ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്താൽ അല്ലെ അതിന്റെ മുകളിൽ അവർ എഴുതിയിട്ടുണ്ടാവും ഇന്ന അസുഖം അല്ലെ? ഫീവർ. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? പ്രോഗ്രസ് നോട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും. പിന്നെന്താണ്? പ്രൊസീജിയേഴ്സ്. ഈ അസുഖത്തിന് വേണ്ടി അവിടെ എന്തൊക്കെ നടപടിക്രമങ്ങൾ ആ ഡോക്ടർ സ്വീകരിച്ചിട്ടുണ്ട്, അതായത് എന്തൊക്കെ മെഡിസിൻ നൽകിയിട്ടുണ്ട്, അങ്ങനെ അതൊന്നും ഉൾപ്പെടുത്താണ്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ? ICD കോഡിങ് ഉൾപ്പെടുത്താതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. എന്താണ്? ഇംപ്രോപ്പർ അല്ലാത്ത, എത്ര കംപ്ലീറ്റ് അല്ലാത്ത അല്ലെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡുകൾ നഷ്ടമാവുക അല്ലെ? മിസ്സായി പോവുക. അങ്ങനെ എത്ര പെർസെന്റേജ് ഉണ്ട്? എത്ര റെക്കോർഡുകൾ, എത്ര പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മിസ്സായി പോയിട്ടുണ്ട്. ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. The bed occupancy rate BOR percentage is a measure of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലില് ലഭ്യമായ ബെഡുകൾ അല്ലെ? ഇപ്പൊ ചിലപ്പോ ഒരു 100 ബെഡ് ആവാം അല്ലെങ്കിൽ 150 ബെഡ് ആവാം. അത് എത്രമാത്രം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ മെഷർ ആണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. It denotes the percentage of beds occupied by patients is defined period of time normally in year. ഒരു നിശ്ചിത കാലയളവിൽ അതല്ലെങ്കിൽ ഒരു വർഷത്തില്, ഒരു സാധാരണ ഒരു വർഷത്തില് രോഗികൾക്ക് താമസിക്കുന്നതിനുള്ള കിടക്കകളുടെ ശതമാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു വർഷം അവിടെ എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അവിടെ എത്ര പേര് കിടക്കകള് അവർക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ പെർസെന്റേജിനെയാണ് BOR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അവർ എത്ര പേര് ബെഡുകൾ അവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, എത്രമാത്രം നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാധാരണയായി ഒരു വർഷത്തിലാണ് അത് കാണിക്കുന്നത്. എന്നിട്ടത് പഠിക്കാനുണ്ട് ഇക്വേഷൻ ഒക്കെ, BOR-ന്റെ പെർസെന്റേജ് കാണുന്നതൊക്കെ. അപ്പൊ ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? ഒരു വർഷത്തിനുള്ളില് ആ ഹോസ്പിറ്റലിലെ ബെഡുകൾ അവര് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് എത്ര പേഷ്യൻസ് രോഗികള് താമസിക്കുന്നതിന് വേണ്ടി കിടക്കകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലെങ്ത് ഓഫ് സ്റ്റേ, LOS അല്ലെ? ലെങ്ത് ഓഫ് സ്റ്റേ പറഞ്ഞിട്ടില്ലേ നമ്മ?
എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ തീരുമാനിക്കുന്നത്? സെവറിറ്റി ഓഫ് കണ്ടീഷൻ അല്ലെ, പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റേ എത്ര ദിവസം അവരെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, ലെങ്ത് ഓഫ് സ്റ്റേ. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, മരണനിരക്ക് എത്രയാണ്, ഒരു ഹോസ്പിറ്റലിൽ എത്ര പേര് എത്ര സമയത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ജനന മരണ നിരക്ക്, എത്ര പേര് ജനിച്ചു എത്ര പേര് മരണം സംഭവിച്ചു, അതിന്റെ റേറ്റ്. നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഇൻഫാന്റ് ശിശു മരണ നിരക്ക്. ക്ലിയർ ആയോണ്ട് മെഡിക്കൽ റെക്കോർഡിൽ ഇതൊക്കെ പഠിച്ചാലേ നിങ്ങൾ, മെഡിക്കൽ റെക്കോർഡ് പഠിച്ചില്ലേ നിങ്ങൾ, എടുത്തോ മെഡിക്കൽ റെക്കോർഡ്? ഇതൊക്കെ പഠിച്ചാലേ മറ്റേ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ റെക്കോർഡ് പഠിച്ച അതൊക്കെ ഇല്ല? ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഇത്രയും പഠിച്ചാൽ മതി. എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, ഒരു ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ജനന മരണ നിരക്ക് അല്ലെ, എത്ര പേർക്ക് എത്ര ജനനം, അതിന് എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, ജനന മരണ നിരക്ക്. നെക്സ്റ്റ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ശിശു മരണ നിരക്ക്, അതിന്റെ പ്രൊപ്പോർഷൻ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ക്വാളിറ്റി, അതിലും ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിക്കുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ, ഫസ്റ്റിൽ എന്താ പറഞ്ഞ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട് ഓഫീസില് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ്. ഇതിൽ ആരാണ് നോക്കുന്നത്, എംപ്ലോയീസ് എത്ര പേര് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത ടൈമിനുള്ളില്, ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവരെ എന്ത് ചെയ്യുക, അവിടുന്ന് ലീവ് ചെയ്ത് പോവാം. ഇപ്പൊ ഒരു വർഷം എത്തുന്നതിന് മുമ്പ് ചിലർ എന്ത് ചെയ്യും, ചിലപ്പോ അവിടുത്തെ സാലറി കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് അവർക്ക് തൃപ്തരാവാണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ജോലി ഉപേക്ഷിച്ച് പോകാം അല്ലെ, പോകും. അപ്പൊ അതിനെയാണ് അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്താണ്, അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ സാറ്റിസ്ഫൈഡ് ആയാലും അല്ലെ, അവരുടെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ വേജസിലൊക്കെ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് അവരെ ലെഫ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ എത്ര പേര് പോയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കും. നെക്സ്റ്റ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്, എത്ര പേര് ആബ്സെന്റീസ്, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര പേര് എത്ര ദിവസം ലീവ് എടുത്തിട്ടുണ്ട്, ആബ്സെന്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി പെർസെന്റേജ് ഓഫ് എംപ്ലോയി ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീം അല്ലെ, അവർക്ക് എന്താണ് എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ, തുല്യ വേജസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും കൂടാതെ തുല്യ വേജസ് അല്ലെ, അതൊക്കെ അവരുടെ റൈറ്റ്സ് ആണ്, ആണോ? അപ്പൊ എംപ്ലോയീസിന്റെ റൈറ്റ്സ്, പിന്നെ അവർക്ക് വർക്കിംഗ് അവേഴ്സ് പറയുന്നുണ്ട് അല്ലെ, അപ്പൊ അവരുടെ റൈറ്റ്, റെസ്പോൺസിബിലിറ്റീസ്, വെൽഫെയർ സ്കീം അല്ലെ, അവർക്ക് ഓരോ വെൽഫെയർ സ്കീമുകൾ ഉണ്ടല്ലേ, അങ്ങനെയുള്ള സ്കീമുകളെ കുറിച്ച് അവർക്ക് ആർക്കൊക്കെ ആർക്കൊക്കെ അറിവുണ്ട്, അതിനെ കുറിച്ച് പെർസെന്റേജ്, അത് എത്ര എംപ്ലോയീസിന് അതിനെയുള്ള അറിവുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് എന്ന് വെച്ചാൽ, പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാല് ആന്റിബയോട്ടിക്സ് ഒക്കെ ഇല്ലേ, പ്രതിരോധ കുത്തിവെപ്പുകൾ, ആന്റിബയോട്ടിക്സുകൾ. അപ്പൊ ആ ആന്റിബയോട്ടിക്സുകൾ നൽകാൻ എത്ര സ്റ്റാഫുകള് തയ്യാറാണ്, അത് നൽകാൻ എത്ര സ്റ്റാഫുകൾ ഉണ്ട്, അതിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ? എല്ലാവരും എടുക്കില്ല അല്ലെ അതേപോലെയുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ. അപ്പൊ ആ ഇഞ്ചക്ഷന്റെ പ്രൊഫിലാക്സിസ് ഇഞ്ചക്ഷൻ എടുക്കാൻ എത്ര പേര് തയ്യാറാണ്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് ഡിസ്ചാർജ് സമ്മറി, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്, ഇതും നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് പറയുന്നത്, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഒരു പേഷ്യൻസിനെ ഡോക്ടർ പറയാണ് ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോ, അതിനുശേഷം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇല്ലേ, ബില്ലാവണം അല്ലെ, ബില്ല് സെറ്റിൽ ആവണം അല്ലെ, നമുക്ക് ബില്ല് അടക്കണം, മെഡിക്കേഷൻസ് അനുവദിച്ചു തരണം അല്ലെ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇല്ലേ. ചിലപ്പോ രാവിലെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എപ്പോഴായിരിക്കും, രാത്രി ആയിരിക്കും അല്ലെ.
ആണോ? ഈവനിങ് എത്തിയ. അപ്പൊ അങ്ങനെ ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തു? അപ്പൊ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിന് പോകുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ്, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. എന്താണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്? അവിടെ എന്താണ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും അവിടെ നോക്കുന്നത്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എക്യുപ്മെന്റുകളാണ് അല്ലേ? സർവീസുകളല്ലല്ലോ, എക്യുപ്മെന്റ്സുകളല്ലേ. അപ്പൊ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ, ക്രിട്ടിക്കൽ ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ആയി പോകുക, നിന്നു പോവുക, പ്രവർത്തനരഹിതമാവുക. എന്തൊക്കെയായിരിക്കും? ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റുകളൊക്കെ നിന്നു പോവുക, ബ്രേക്ക് ഡൗൺ ആവുക. നെക്സ്റ്റ്, എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അവിടെ ഉള്ള എക്യുപ്മെന്റുകൾ അവർ എത്രമാത്രം എഫക്റ്റീവായി കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നു. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ എക്യുപ്മെന്റ്, ICUയിലെ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റുകള്. നെക്സ്റ്റ്, എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രീഡിയേഷൻ. ഹോസ്പിറ്റലിലെ അക്രീഡിയേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ എലിജിബിലിറ്റീസ്, യോഗ്യതകളാണ് വേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് ചേരണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകളായിരുന്നു ഉണ്ടായത്? ഇല്ലേ? എലിജിബിലിറ്റി പറയാറില്ലേ? ഡിഗ്രിക്ക് ചേരണമെങ്കിൽ വേണം അല്ലെ യോഗ്യതകൾ. എലിജിബിലിറ്റി വേണ്ടേ? അതേപോലെ ഹോസ്പിറ്റലിന് അക്രഡിയേഷൻ ലഭിക്കുന്നത് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തൊക്കെ യോഗ്യതകൾ, എലിജിബിലിറ്റീസ് വേണം? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്താണ്? ഹോസ്പിറ്റലുകളിൽ എന്താണ് താഴെ പറയുന്ന ആവശ്യകതകൾ നിറവേറ്റുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിരിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് ഹെൽത്ത് കെയർ provider, it should be above 50%. Hospital below beds will come under SHCO standard. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആവണമെങ്കിൽ അവിടെ എത്ര ബെഡുകൾ വേണം? 50-ൽ കൂടുതൽ ബെഡുകൾ അനിവാര്യമാണ്, നിർബന്ധമാണ് അല്ലെ. 50-ൽ താഴെയുള്ളതിന് എന്താ പറയുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. പഠിച്ചില്ലേ നമ്മ? നാബ് ഹോസ്പിറ്റലുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അപ് ടു എന്താണ് 50 ബെഡ് വരെയാണെങ്കിൽ അത് എന്താണ്? SHCO ആണ്. 50-ൽ കൂടുതലാണെങ്കിൽ അത് HCO ആണെന്ന് പറഞ്ഞതില്ലേ? അപ്പൊ എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് 50-ൽ കൂടുതൽ ബെഡുകൾ അനിവാര്യമാണ്, ആവശ്യമാണ്. Next, the hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. എന്താണ്? ടോട്ടൽ പേഷ്യന്റ് പെർസെന്റേജിന്റെ ഒരു 30% അവർ എന്ത് കൊടുത്തിട്ടുണ്ടാവണം? നല്ല ക്വാളിറ്റി ഉള്ള കെയർ നൽകിയിട്ടുണ്ടായിരിക്കണം. 100% അല്ലെങ്കിലും ഒരു 30% പേഷ്യൻസിന് എന്താണ്? ക്വാളിറ്റി കെയർ നൽകിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ ഓർഗനൈസേഷൻ ദാറ്റ് കമ്മിറ്റ്സ് ടു അബൈഡ് ബൈ NAB സ്റ്റാൻഡേർഡ്സ് ആൻഡ് applicable legal statutory regulatory requirements. എന്താണ്? NAB മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞ എന്താണ്? ഗവൺമെന്റ് കാലാകാലങ്ങളിലായി നിലനിർത്തുന്ന റൂൾസ് നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ NAB അക്രഡിറ്റേഷൻ നൽകുന്നത്? പറഞ്ഞോ മിസ്? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? NABന്റെ മാനദണ്ഡങ്ങൾക്ക് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ബാധകമായ? എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. Next, the healthcare organization should be implemented NAB standards in the HCO for a minimum of 3 months. എന്താണ്? NAB പറയുന്ന മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡുകൾ ഈ HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു 3 മാസമെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ, യോഗ്യത ഉണ്ടായിരിക്കുന്നു. ഓക്കെ ആയോ?
നാബ് പറയുന്ന മാനദണ്ഡങ്ങള് സ്റ്റാൻഡേർഡുകള് ഈ ഹോസ്പിറ്റലുകള് എന്താണ് 3 മാസത്തേക്കെങ്കിലും പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് അവർക്ക് അതിനുള്ള അക്രഡിറ്റേഷൻ നൽകുന്നതിനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. Next, these standards are to be used by the whole organization, are not for a certain service within the organization. ഈ മാനദണ്ഡങ്ങൾ, ഈ നാബ് പറയുന്ന മാനദണ്ഡങ്ങള് ഈ ഓർഗനൈസേഷൻ മുഴുവൻ നടപ്പിലാക്കണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളില്ലേ, ഇപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, ഫാർമസി പറഞ്ഞു, ICU പറഞ്ഞു, അനസ്തേഷ്യ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലേ. ഇതിൽ ഏതെങ്കിലും 1-2 ഡിപ്പാർട്ട്മെന്റ് മാത്രം ഈ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്താൽ മതിയോ? ഇല്ല അല്ലെ. എന്താണ്, ഹോസ്പിറ്റലിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡുകള് പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ്. എന്താണ് ഓർഗനൈസേഷൻ? അതായത് ഹോസ്പിറ്റലുകൾ എന്താണ്, ഹെൽത്ത് കെയർസ് എന്താണ്, മൾട്ടിപ്പിൾ സർവീസ് ആണ് അല്ലെ. ഒന്നിൽ കൂടുതൽ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The standard are equally applicable to all services within the healthcare organization. അപ്പൊ എന്താണ്, ഇവര് നൽകുന്ന എല്ലാ സർവീസുകളിലും ഈ മൾട്ടിപ്പിൾ സർവീസുകളില് എന്ത് ചെയ്യുക, അവര് ഈ സ്റ്റാൻഡേർഡുകളെ നാബ് പറയുന്ന മാനദണ്ഡങ്ങള് പാലിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അതെന്നെ 2 രീതിയിൽ പറഞ്ഞു. 2 സെന്റൻസ് ഒന്നെ പറയുന്നത് എന്താണ്, നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സുകളും എല്ലാ മാനദണ്ഡങ്ങളും ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ഫെസിലിറ്റീസ് എല്ലാ സർവീസുകളും കൃത്യമായി പാലിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇത് നാബിന് നമ്മൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇല്ലേ, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഇതില് പറഞ്ഞ ആദ്യം നമുക്ക് ലഭിക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവലാണ്. ഹോസ്പിറ്റലിലേക്കുള്ള ഒരു എൻട്രി ലെവലാണ് പ്രീ അക്രഡിറ്റേഷൻ. അതിനുശേഷം എന്താണ്, പ്രോഗ്രസീവ് ലെവലിലേക്ക് എത്തുന്നു. ആദ്യം അതിനുള്ള എൻട്രി ലെവല്, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രസീവ് ലെവല്, അത് കഴിഞ്ഞിട്ട് എന്താണ് അക്രഡിറ്റേഷൻ. അപ്പൊ ഈ മംഗല ഇവിടെ കിട്ടിയേക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. മംഗല ഹെൽത്ത് ഹോസ്പിറ്റൽ ആൻഡ് മംഗല കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കദ്രി റോഡ്, മാംഗ്ലൂര്. ഇവർക്ക് കിട്ടിയേക്കുന്നത് ഈ പ്രീ അക്രഡിറ്റേഷൻ. കണ്ട ഇവിടെ ആരോ വന്നിരിക്കുന്നുണ്ട, എവിടേക്കാണ് വന്നിരിക്കുന്നത്? പ്രീ അക്രഡിറ്റേഷനിലേക്കാണ് അല്ലെ. അവർക്ക് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതിന്റെയാണ്? പ്രീ അക്രഡിറ്റേഷന്റെ ആണ്. അത് 2 വർഷത്തേക്കാണ്. അതൊക്കെ വാലിഡ് ഫ്രം 24/2019 and വാലിഡ് ത്രൂ എവിടെ എത്തുന്ന വരെയാണ്? സെപ്റ്റംബർ 23, 2021. 2 വർഷത്തേക്കാണ് ഈ പ്രീ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണാൻ വേണ്ടി മാത്രം. ക്ലിയർ ആയോ? ചാപ്റ്റർ ക്ലിയർ ആയോ? ആദ്യത്തെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അല്ലെ, ഇച്ചിരി ടഫ്. പിന്നെ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അല്ലേ? ഓക്കെ, നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടാ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാനുള്ളത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് ആണ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ജസ്റ്റ് മിസ് ആദ്യത്തെ ഒരു പേജ് സിമ്പിൾ ആണ്. ആദ്യത്തെ പേജ് ഒന്ന് മിസ് എടുക്കാം. എടുത്തോട്ടെ, കുഴപ്പമുണ്ടോ? നമുക്ക് 7 ടൈപ്പ് ഗ്യാസുകളെ കുറിച്ചാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന 7 ടൈപ്പ് ഓഫ് ഗ്യാസ്. നിങ്ങൾക്ക് പറയാമോ ഏതൊക്കെയാണെന്ന്? മെഡിക്കൽ എയർ, ഓക്സിജൻ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ അല്ലെ. പലതരത്തിലുള്ള ഗ്യാസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ ഹോസ്പിറ്റലുകളിൽ? അപ്പൊ 7 ഗ്യാസുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റർ 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻട്രൊഡക്ഷൻ. ആമുഖത്തിൽ എന്താ പഠിക്കുന്നു എന്നൊക്കെ? മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേഡ് ടു ദി പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് നൽകുന്ന
പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ, പേഷ്യൻസിന് പ്രൊവൈഡ് നൽകുന്ന ഗ്യാസസിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. Centralized medical gas system are increasingly turning out to be an essential requirement in hospital in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താണ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി വേണോ? ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമാണോ? ആണോ? ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ എത്രയാണാവോ? ഇതില് 5th. ഇലക്ട്രിസിറ്റി വേണം അല്ലെ, വാട്ടർ വേണം, അതേപോലെ എയർ കണ്ടീഷനിങ് വേണം. അപ്പൊ എന്താണ്, അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ്, ഹോസ്പിറ്റലിന്റെ ആവശ്യകതയാണ് മെഡിക്കൽ ഗ്യാസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. ഇപ്പൊ ഓക്സിജൻ ഇല്ലാണ്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ? ഓക്കെ എടുത്തോ. മിസ് 34 ആണോ നോക്കിയേ? 34 ആണോ? 34 അല്ലേ? ഓക്കെ, എടുത്തോട്ടെ മിസ് തന്നെ. എല്ലാവർക്കും കിട്ടിയോ? ചാപ്റ്റർ എടുത്തോ എല്ലാവരും? എടുത്തോട്ടെ മിസ്. എന്താണ് ഹോസ്പിറ്റലില് എന്താണ് ആവശ്യമായിട്ടുള്ള, എന്താണ് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അല്ലെ, എസെൻഷ്യൽ അല്ലേ? ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ്, AC, അതേപോലെ അത്യാവശ്യമായിട്ടുള്ള എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതാണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ ഇല്ലാണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഹോസ്പിറ്റൽ ഇല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നുമില്ലാണ്ട് അനസ്തീഷ്യ നൽകുന്ന നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഇല്ലാണ്ട് പ്രവർത്തനം നടക്കോ ഹോസ്പിറ്റലിലെ? നടക്കോ? ഇല്ല. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് അത്യാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, കറണ്ട്, വൈദ്യുതി, വാട്ടർ, അതേപോലെ എയർ, AC, അതേപോലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യകതയാണ് മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. നെക്സ്റ്റ്, മെഡിക്കൽ gases which are gases used in medical procedures. എന്താണ് നമ്മൾ മെഡിക്കൽ പ്രൊസീജിയേഴ്സിനെ, മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്താണ് ഗ്യാസസിനെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്? ട്രീറ്റ്മെന്റ് അല്ലെ, എന്താണ് ചികിത്സയ്ക്ക് വേണ്ടി, എന്താണ് ഫോർ അനസ്തേഷ്യ, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്, എന്താണ് എന്തെങ്കിലും ടൂൾസ് ആയിട്ടോ അതല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഡിവൈസസിൽ ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ്, അത് നടത്തുന്നതിനുള്ള ഒരു ഡ്രൈവിംഗ് ആയിട്ടോ നമ്മ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മെഡിക്കൽ ഉപകരണങ്ങളായിട്ടും, എന്താണ് ഈ മെഡിക്കൽ ഗ്യാസസ് നമ്മൾ മെഡിക്കൽ ഉപകരണങ്ങളായിട്ടും മെഡിക്കൽ ഉപകരണങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ട ഗ്യാസസ് ആയിട്ടും
മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ വർക്ക് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഓക്സിജൻ ആണല്ലേ നമുക്ക് തരുന്നത്. ആണോ? ഓക്സിജൻ അല്ലേ തരുന്നത്. അപ്പൊ ആ മെഡിക്കൽ എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നത് എന്താണ്? ഓക്സിജൻ തരാൻ വേണ്ടി അല്ലേ? പേഷ്യൻസിന് ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ എന്തിനൊക്കെയാണ് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ പ്രൊസീജിയർ, മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് എന്താണ്? ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. അനസ്തീഷ്യ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ എന്താണ്? നമുക്ക് അനസ്തീഷ്യ നൽകുന്നതിന് വേണ്ടി നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഡിവൈസുകളും എന്താണ്? നമ്മൾ മെഡിക്കൽ ഗ്യാസുകളായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കുറെ, അപ്പൊ ക്ലിയർ ആവൂട്ട. അപ്പൊ മെഡിക്കൽ ഉപകരണങ്ങൾ, ഡിവൈസുകൾ പ്രവർത്തിക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് മെഡിക്കൽ ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ക്ലിയർ ആയോ? എന്തായാലും ഒന്നും പറയാത്തെ? ക്ലിയർ ആയോ? ബോറടിച്ചോ ക്ലാസ്? ആരും എന്തൊന്നും പറയാത്തെ? ബോറടിച്ചു? ക്ലിയർ ആയിന്നാണോ ബോറടിച്ചെന്നാണോ? സിന്ധു ക്ലിയർ ആണ്. ബാക്കി ആരെന്തൊന്നും പറയാത്തെ? ബിൻഷ, സോണി ക്ലിയർ ആയോ? മിസ് എടുത്തത് ആ ഒരു പാരഗ്രാഫ്. ഓക്കെ. നെക്സ്റ്റ് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയ ഒന്നുകൂടെ പറയണം. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന് നൽകുന്ന വാതകങ്ങളെ, ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കറന്റ്, വെള്ളം, AC, അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ്, ആവശ്യകതയാണ് മെഡിക്കൽ ഗ്യാസ്. ഈ മെഡിക്കൽ ഗ്യാസ് നമ്മൾ എന്തിനൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് അല്ലെ, മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്തിനൊക്കെയാണ്? ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു അല്ലെ. ചികിത്സയ്ക്ക് ഏതോ പേഷ്യൻസിന് ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവർക്ക് റെസ്പിറേറ്ററി ഫെയിലിയർ വന്നാൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അനസ്തേഷ്യ അല്ലെ, പേഷ്യൻസിന് അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. കൂടാതെ മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ടൂള്, ഒരു ഉപകരണമായും മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ ബിൻഷ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ. നെക്സ്റ്റ് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഏരിയാസ്, മേഖലകൾ ഏതെല്ലാമാണ്? The department that use medical gases in hospital consist of എന്താണ്? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? റൂമിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെറിയൊരു ഇതുപോലെ എന്താണ്, ഒരു കുപ്പി പോലെ ഓക്സിജൻ ആയിട്ട് നിന്ന് നിൽക്കുന്നത് പൈപ്പ് ലൈൻ വഴി? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിൽ നിന്നാണ് അല്ലെ എടുത്ത് പേഷ്യൻസിന് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ട്യൂബ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ, സെൻട്രലൈസ്ഡ്. എന്നാണ് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ എന്താണ്, സിലിണ്ടേഴ്സ് ഒന്നും കൊണ്ടുവന്ന് വെക്കാറില്ല അല്ലെ. നെബുലൈസേഷന് സിലിണ്ടേഴ്സ് ഒന്നും കൊണ്ടുവന്ന് വെക്കാറില്ലല്ലോ. ഈ സെൻട്രലൈസ്ഡ് അല്ലെ, ഈ പൈപ്പ് ലൈൻ വഴിയായിരിക്കും അവരെന്താണ് ഈ ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ റൂംസുകളിലുണ്ട് റിക്കവറി റൂം അല്ലെ. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ സർജറിക്ക് കഴിഞ്ഞ് പേഷ്യൻസിനെ കൊണ്ടുവന്ന് കിടത്തോളോ, അവർ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. റിക്കവറി റൂമുകളില് ഡയഗ്നോസിസ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ. ഇന്റർവെൻഷൻ ഏരിയാസ് അല്ലെ, ചികിത്സ നടത്തുന്ന ഏരിയാസിൽ എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിട്ടായിരിക്കും, വാർഡുകളിൽ ഉണ്ടായിരിക്കും അല്ലെ. ചികിത്സ നടത്തുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കും. ഒബ്സ്ട്രക്ടിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ പ്രസവ വാർഡുകളിൽ ഉണ്ടായിരിക്കല്ല, പ്രസവാനന്തര ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെ, പ്രസവാനന്തര വാർഡുകളിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ICUവിൽ ഉണ്ടായിരിക്കും. ജനറൽ വാർഡ്സുകളിലൊക്കെ എന്താണ്, മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ.
ഗ്യാസുകള് ഹോസ്പിറ്റലിലെ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഏരിയാസ് എന്താണ്? റൂംസ്, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് നടത്തുന്ന രോഗനിർണയം നടത്തുന്ന അതായത് ലാബുകളിലെ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചികിത്സ നടത്തുന്ന ഏരിയസിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രസവാനന്തര വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ വാർഡുകളിലും ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. എന്താണ്? ഓരോ സ്റ്റേഷനും സെൻട്രലൈസ്ഡ് എന്താണ്? അവിടെ ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ ഉണ്ടാവും അല്ലെ? അവിടേക്ക് എങ്ങനെയായിരിക്കും ഇത് കണക്ട് ചെയ്യുന്നത്? എക്യുപ്മെന്റ് കണക്ട് ചെയ്യുന്നത് പൈപ്പ് ലൈൻ വഴി അല്ലെ? നമ്മ ഈ ചെറിയ പൈപ്പ് ലൈൻ വഴിയായിരിക്കും എല്ലാ ഭാഗത്തേക്കും ഈ എക്യുപ്മെന്റ് ഘടിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? സ്റ്റേഷൻ ഔട്ട്ലെറ്റിലേക്ക് പൈപ്പ് ലൈൻ വഴിയായിരിക്കും ഈ എക്യുപ്മെന്റ് ഏത് ഗ്യാസ് ആണോ പ്രവർത്തിപ്പിക്കേണ്ടത് ആ എക്യുപ്മെന്റ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തേഷ്യക് ഗ്യാസ് ഡിസ്പോസൽ ഓർ അനസ്തേറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. നമ്മളെ പല്ലുകളൊക്കെ റൂട്ട് കനാലൊക്കെ ചെയ്യില്ലേ? അപ്പൊ എന്താ ചെയ്യുന്നത്? അവരൊരു ചെറിയൊരു ഇത് ഇട്ടിട്ട് ആ ക്ലീന് ചെയ്യുന്നത് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. പ്രഷർ എടുത്ത് വലിച്ചെടുക്കുമല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിന്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്തിട്ട് അല്ലെ? വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വേറൊരു ഇതിട്ട് വലിച്ചെടുക്കും അല്ലെ? പ്രഷർ ചെയ്ത് അത് വലിച്ചെടുക്കും അല്ലെ? അങ്ങനെയുള്ള വാക്വം സിസ്റ്റം ആയിട്ട് എയർ വെച്ച് സക്ഷൻ ചെയ്തെടുക്കാം. അങ്ങനെ എയർ വെച്ച് വലിച്ചെടുക്കുന്ന സിസ്റ്റം ഉണ്ട്, വാക്വം സിസ്റ്റം. പിന്നെ എന്താണ്? വേസ്റ്റ് അനസ്തേഷ്യക് ഗ്യാസ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് എന്താണ്? അനസ്തേഷ്യയുടെ വാതകങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. എന്താണ്? സെക്ഷനിങ് അല്ലെ? എന്തായാലും വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാല് പ്രഷർ വെച്ച് വലിച്ചെടുക്കുന്ന രീതിയില്. പിന്നെ വേസ്റ്റ് അനസ്തേഷ്യക്ക് എന്താണ്? വാതകം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെഡിക്കൽ ഗ്യാസുകള് നാം ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസസ് ആണ് ഉപയോഗിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ എയർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ അല്ല, വേസ്റ്റ് അനസ്തേഷ്യക് ഗ്യാസ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് എന്താണ്? വാതകം വെച്ചിട്ട് വൃത്തിയാക്കൂലേ? ക്ലീൻ ചെയ്യില്ലേ? അതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യയിലൊക്കെ വാതകം വെച്ച് ക്ലീൻ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. വാക്വം എന്താണ്? കുറെ പഠിക്കാനുണ്ട് ഇതില്. അപ്പൊ ക്ലിയർ ആവും ട്ടാ. വേണം സോഴ്സ് എന്താണ്? പൈപ്പ് നെറ്റ്വർക്ക് എന്താണ്? വാൽസ് എന്താണ്? ട്ടാ. ഔട്ട്ലെറ്റ് സെക്കൻഡറി കുറച്ച് പഠിക്കാനുണ്ട് കേട്ടാ. അപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് മെഡിക്കൽ എയർ ഫസ്റ്റ് ക്ലാസ്. മെഡിക്കൽ എയർ അതെന്താണെന്ന് വെച്ചാൽ medical air means a clean supply of compressed air used in hospital and healthcare facilities to distribute medical gas. എന്താണ്? ഹോസ്പിറ്റലില് എന്താണ് വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള അല്ലെ കംപ്രസ് ചെയ്ത ക്ലീൻ ആയിട്ടുള്ള എയറിനെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താ? മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വൃത്തിയായിട്ടുള്ള കംപ്രസ് ചെയ്ത നമ്മൾ പ്രഷർ ചെയ്ത് ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്ത ശുദ്ധമായ വായുവിന്റെ വിതരണമാണ് മെഡിക്കൽ എയർ. ഇപ്പൊ മിസ് പറഞ്ഞുതരാം. അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ. ഹോസ്പിറ്റലിൽ സർജറി ഒക്കെ ചെയ്യില്ലേ? സർജറി കഴിഞ്ഞ പേഷ്യൻസ്, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ കിടക്കുമ്പോൾ അവർക്ക് എയർ കൊടുക്കില്ലേ? മെഡിക്കൽ എയർ ശ്വസിക്കുന്നതിന് വേണ്ടി എയർ കൊടുക്കും അല്ലേ? അതെങ്ങനെയുള്ളതാണ്? ക്ലീൻ ആണ് അല്ലെ? നല്ല പ്യുവർ ആയിട്ടുള്ള എയർ അല്ലേ അവർക്ക് കൊടുക്കുക? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇല്ലാത്ത അല്ലെ നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ അല്ലേ? അപ്പൊ അതിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോപ്പാ? കംപ്രസ് ചെയ്ത് ഉപയോഗിക്കുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള മെഡിക്കൽ എയർ ആ വാതകത്തെയാണ് മെഡിക്കൽ ഗ്യാസിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ. ഇതെന്താണ്? പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും, മലിനമല്ലാത്തതായിരിക്കും, പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, ഹാസ് നോ ഓയിൽ ഉണ്ടാവില്ല, ഓഡേഴ്സ് ഉണ്ടാവില്ല,
അതായത് മണമൊന്നുമില്ലാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള എയർ ആയിരിക്കും. ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡ് അപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് ഓഫ് പൈപ്പ് ലൈൻ. ചില പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ആ ബ്ലോക്കുകളൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തുപയോഗിച്ചു? ഈ ഡ്രൈ എയർ, ഈ മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മ വീടുകളില് എന്താണ് ഈ ബാത്റൂമില് അല്ലെങ്കിൽ ഈ വാഷ് ബേസിനിലൊക്കെ വെള്ളം ബ്ലോക്ക് വരുമല്ലോ. അപ്പൊ വാക്വം പമ്പ് വെച്ച് നമ്മ പുഷ് ചെയ്യാറുണ്ടോ? പുഷ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? ആ ബ്ലോക്ക് പോകൂലേ? പോവാറുണ്ടോ? ചെയ്യാറുണ്ടോ? അതേപോലെ എന്താണ് വല്ല വാട്ടർ ബിൽഡിംഗ് ഇല്ല എന്തെങ്കിലും വാട്ടർ ലൈനിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ മാറാനൊക്കെ എന്ത് ചെയ്യുന്ന ഈ എയർ ഉപയോഗിക്കുന്നുണ്ട്. Next, when a patient's in the operating room, patients operating room ഇലാണെങ്കിൽ whether it is emergency or not, ആ patientsന് emergency അല്ലെങ്കിലും emergency അല്ലെങ്കിലും a surgeon depends on the medical air compressor to keep the patients comfortable and breathing. എന്താണ്? പേഷ്യൻസിന്റെ സുരക്ഷിതയ്ക്ക് അല്ലെ ബ്രീത്തിങ് എന്താണ് എളുപ്പമാക്കാനും അവർക്ക് ബ്രീത്തിങ്ങിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കുന്നതിനും അവരെ കംഫർട്ട് ആകുന്നതിനും വേണ്ടിയിട്ട് എന്താണ് മെഡിക്കൽ എയർ നൽകുന്നുണ്ട്. അതാണ് അവരെ ബ്രീത്തിങ് എളുപ്പമാക്കാൻ, അവർക്ക് ശ്വസനത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ ഈ മെഡിക്കൽ എയർ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ പൊല്യൂഷൻ ഇല്ലാത്തതോ മലിനമല്ലാത്തതോ എന്താണ് പാർട്ടിക്കിൾസ് ഇല്ലാത്തതോ കണികകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഓയിൽ ഇല്ലാത്തതോ മണമില്ലാത്തതോ നിറമില്ലാത്തതോമായ പ്യുവർ ആയിട്ടുള്ള വായുവിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? പേഷ്യൻസിന്റെ ബ്രീത്തിങ് അല്ലെ, ബ്രീത്തിങ് എന്താണ് എളുപ്പമാക്കാൻ, അവർക്ക് നല്ല ശുദ്ധമായ വായു കൊടുക്കുന്നതിന് വേണ്ടി ബ്രീത്തിങ് അവരെ കംഫർട്ട് എന്താണ് എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരെ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എയർ നൽകുന്നത്. ക്ലിയർ ആയോ? ഈ ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ, ഒന്നും കൂടി എടുത്തു തരാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഒന്ന് നോക്കി വെക്കാം കേട്ടാ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് നോക്കി വെക്കാം. മെഡിക്കൽ ഗ്യാസ് ഒന്നുകൂടെ മിസ് എക്സ്പ്ലനേഷൻ തരാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം കേട്ടാ, എന്നിട്ട് മിസ് നാളെ വരുമ്പോൾ ചോദിക്കും. ഓക്കെ, താങ്ക് യു.